ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഞാനിപ്പോൾ ചെങ്ങന്നൂരിലാണ്. ഇവിടെ സുവിശേഷകൻ PM ജോർജ് കുട്ടി സാറിൻ്റെ ഭവനത്തിലാണ്. വളരെ ദീർഘവർഷങ്ങളായി കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് അധ്വാനിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ്. തീർച്ചയായും ഈ അനുഭവ സാക്ഷ്യം നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും. സാറേ, ഗോസ്പൽ TV UP എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. സാറിൻ്റെ വിലപ്പെട്ട സമയം ഈ ചാനലിന് വേണ്ടി ചെലവഴിക്കുന്നു, നന്ദി അറിയിക്കുന്നു. താങ്ക് യു. സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? പേര്, ഇപ്പോൾ എവിടെ താമസിക്കുന്നു, ഏത് സഭയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു, അതോടൊപ്പം ഭവനത്തിൽ ആരൊക്കെയുണ്ട്, ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ആദരണീയനായ ദേവദാസൻ ഇവിടെ പ്രാരംഭത്തിൽ പ്രസ്താവിച്ചതുപോലെ PM ജോർജ് കുട്ടി. എൻ്റെ സ്വന്തം സ്ഥലം, ജനിച്ചു വളർന്നത് എരുമേലി എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ സ്ഥലത്താണ്, കോട്ടയം ജില്ലയിൽ. ആത്മിക ശുശ്രൂഷയോടുള്ള ബന്ധത്തിലാണ് ഇപ്പോൾ ദീർഘവർഷങ്ങളായി ചെങ്ങന്നൂർ അങ്ങാടിക്കൽ സ്ഥലത്തുള്ള ബ്രദറൻ അസംബ്ലിയോട് ചേർന്ന് വ്യത്യസ്തങ്ങളായ നിലകളിൽ കർത്താവിൻ്റെ വിലയേറിയ ശുശ്രൂഷ ചെയ്തു വരുന്നു. ഇപ്പോൾ ഗവൺമെൻറ് ITA ജംഗ്ഷന് സമീപം നികരംപുറം എന്ന ആ സ്ഥലത്താണ് ഞങ്ങൾ കുടുംബമായി താമസിക്കുന്നത്. എനിക്ക് സഹധർമ്മിണിയും ദൈവം ഞങ്ങൾക്ക് നൽകിയ 3 മക്കളുമാണ്. മൂത്തത് മകൾ, രണ്ടാമത്തേത് മകൻ, ഇളയയാളും മകൾ ആണ്. അങ്ങനെ കർത്താവിൽ സന്തോഷമായി ഞങ്ങൾ തുടരുന്നു. ഓക്കെ സാറ്, ഈ ജനിച്ചു വളർന്നത് ഏത് ക്രൈസ്തവ പശ്ചാത്തലത്തിലാണ്? മാതാവിൻ്റെ ഭവനം വേർപെട്ട ഒരു പശ്ചാത്തലം ആയിരുന്നു. എന്നാൽ പിതാവിൻ്റെ ഭവനം മറ്റൊരു നിലയിലും ആയിരുന്നു. ജോലിയോടുള്ള ബന്ധത്തിൽ അവർ ബോംബെയിലേക്ക് പോയി അവിടെ മാർത്തമ പശ്ചാത്തലത്തിൽ തുടർന്ന് വരുന്ന ഒരു സാഹചര്യവും ആയിരുന്നു. ഓക്കെ, ഇപ്പോൾ സാറ് ജനിച്ച് വളർന്ന സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞു. വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു? പ്രാരംഭ നാളുകൾ പ്രാഥമിക വിദ്യാഭ്യാസം 10ാം ക്ലാസ് വരെ എരുമേലി ദേവസ്വം ബോർഡ് ഹൈസ്കൂൾ അവിടെയാണ് പഠിച്ചത്. പിന്നീട് റാന്നി സെൻറ് തോമസ് കോളേജിൽ പഠിക്കുകയും മുൻപോട്ട് പോവുകയും ചെയ്തു. ഓക്കെ, സാറിൻ്റെ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരാനായിട്ടുള്ളൊരു പശ്ചാത്തലം എന്താണ്? രക്ഷിക്കപ്പെടാനും സ്നാനപ്പെടാനും ഒക്കെ ഉള്ളൊരു പശ്ചാത്തലം. സാറ് പ്രാരംഭത്തിൽ എന്നോട് ആരാഞ്ഞതുപോലെ മാതാവിൻ്റെ ഭാഗത്ത് വേർപെട്ട ഒരു പശ്ചാത്തലമായിരുന്നു എന്ന് സൂചിപ്പിച്ചുവല്ലോ. ഞങ്ങളുടെ വല്യപ്പച്ചൻ എരുമേലി ശ്രീ തേക്കുങ്കൽ ജോൺ ആശാൻ ആ കാലഘട്ടത്തിൽ എഡ്വിൻ ഹണ്ടൻ നോയൽ സാഹിബിൻ്റെ പ്രവർത്തന ഫലമായി അവർ ഏതാണ്ട് 14 കുടുംബങ്ങൾ മുന്നോട്ട് വരികയുണ്ടായി. അതിലേറ്റവും ഇളയ ആശാൻ മറ്റു സ്ഥാനത്തേക്ക് വിദ്യ അഭ്യസിപ്പിക്കുവാനും ആത്മിക ശുശ്രൂഷകളിലും സാഹിബ് അന്നത്തെ കാലത്ത് ആക്കിയിരുന്ന ശുശ്രൂഷകരെയാണ് ഈ ആശാന്മാർ എന്ന് വിളിക്കുക. ആ നിരയിൽ ഏറ്റവും ഇളയ ആളായിരുന്നു ശ്രീ തേക്കുങ്കൽ ജോണാശാൻ, എൻ്റെ മാതാവിൻ്റെ സ്വപിതാവ്. എൻ്റെ മാതാപിതാക്കൾ അന്ന് ബോംബെയിലേക്ക് പോയതിനാൽ ഈ ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെ നിന്ന് വളർന്നു വരുവാനാണ് ഒരവസരം ലഭ്യമായത്. അങ്ങനെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ സമയത്ത് തന്നെ ഞങ്ങളുടെ സ്ഥലത്ത് ഒരു വിസിറ്റിംഗ് ഇവാഞ്ചലിസ്റ്റ്, അദ്ദേഹം മിലിറ്ററി സേവനത്തിന് ശേഷം വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്ത് കർത്തൃവേലയ്ക്ക് വിളി അനുസരിച്ച് വേർതിരിഞ്ഞ ഒരു ദൈവഭക്തനാണ്, സമർത്ഥനായ ഒരു ദൈവദാസൻ. അദ്ദേഹം വന്ന് കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. അതിനു മുമ്പ് തന്നെ രക്ഷയെക്കുറിച്ച് എനിക്ക് ഏകദേശ ധാരണയുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ആഹ്വാനം, ഓൾട്ടർ കോൾ കൊടുത്തു. അനേക കുട്ടികൾ എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പി പ്രാർത്ഥനയിൽ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയുണ്ടായി. പക്ഷേ ഞാൻ മാത്രം അതിന് തയ്യാറായില്ല. പിന്നിൽ ഉപവിഷ്ടനായി. ഈ സെഷനെല്ലാം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞപ്പോൾ
ഞാൻ മെല്ലെ അദ്ദേഹത്തെ സമീപിച്ച് പറഞ്ഞു, ആ കാര്യങ്ങൾ എനിക്ക് വ്യക്തമായി ഒന്നുകൂടെ ഗ്രഹിക്കണം, മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ മനഃപൂർവ്വം മുമ്പോട്ട് വരാതിരുന്നത്. അങ്ങനെ ഏകദേശം 12-ാം വയസ്സിൽ അദ്ദേഹം പിന്നീടൊരു അല്പസമയം തന്നെ എടുത്ത് എന്നോട് സുവിശേഷം വളരെ വ്യക്തമായി അന്ന് എനിക്കത് ഗ്രഹിക്കുവാനായിട്ട് സാധിച്ചു. അങ്ങനെയാണ് ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നത് അല്ലേ? ആ, പിന്നീട് എനിക്കൊരു സുവിശേഷകനായി തീരണം എന്നുള്ള ഒരു താല്പര്യം വരാനായിട്ടുള്ളൊരു കാരണം എന്താ? ഇപ്പോൾ പറഞ്ഞ സാവകാശത്തെ തുടർന്ന് ഞാൻ മുൻപോട്ട് പഠിച്ചു. ഞാൻ പറഞ്ഞതുപോലെ റാന്നി സെൻറ് തോമസ് കോളേജിൽ ചേർന്ന് ഇക്കണോമിക്സ് എടുത്ത് പഠിച്ച് വരുന്ന കാലത്ത് ഈ ഒരു ആത്മീക അനുഭവത്തിൽ നിന്ന്, ആ കാലഘട്ടത്തിൽ വളരെ സുവിദിതമായിരുന്ന യുക്തി ചിന്ത, പരിണാമവാദം ആദിയായ ചിന്തകൾ എന്നെ സ്വാധീനിച്ചു. നന്നായി വായിക്കുവാനൊക്കെ ശ്രമിക്കുമായിരുന്നു. അത് നിമിത്തം കലാലയ ജീവിതകാലത്ത് അല്പം ഈ ആത്മീക പ്രകാശധാര പ്രാരംഭത്തിൽ ലഭ്യമായെങ്കിലും വ്യതിചലിച്ചു പോയി, പാതകൾ മാറിപ്പോയ ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ ആ കാലഘട്ടത്തിലാണ് സുപ്രസിദ്ധ സുവിശേഷ പ്രഭാഷകനായ ശ്രീ തിരുവട്ടാർ കൃഷ്ണൻകുട്ടി, എം സഖറിയ, AK വർഗീസ് ആദിയായ ദൈവദാസന്മാർ ഞങ്ങളുടെ പ്രദേശങ്ങളിൽ എരുമേലി, കനകപ്പലം, മുക്കൂട്ടുതറ, ചാത്തൻതറ, വെച്ചൂച്ചിറ, റാന്നി ആദിയായ ഭാഗങ്ങളിൽ വളരെ നിരന്തരം കൺവെൻഷൻ ക്രമീകരിക്കുകയും പ്രഭാഷണങ്ങൾ ഒക്കെ പോയി കേൾക്കുവാൻ സാധിക്കുകയും ചെയ്തു. അങ്ങനെ ശ്രീ തിരുവട്ടാർ കൃഷ്ണൻകുട്ടിയുടെ പ്രഭാഷണ ചതുരതയും അദ്ദേഹത്തിൻ്റെ സമൃദ്ധമായ അവതരണ രീതിയും ക്രിസ്തുവിനെ ഉയർത്തുന്ന സവിശേഷതയും ഹഠാത് ആകർഷിക്കുകയുണ്ടായി. അപ്പോൾ ഒരു പുനഃസമർപ്പണത്തിലേക്ക് വരുവാൻ ദൈവാത്മാവെന്നെ മാടി വിളിച്ചതും ഉപയോഗിച്ചതും ആ ഒരു പശ്ചാത്തലത്തിലാണ്. അവിടെ ഒരു ശരിയായ കൺവിക്ഷൻ ഉണ്ടായി. ഞാൻ കർത്താവിന് വേണ്ടി സ്വയം സമർപ്പിക്കുകയായിരുന്നു. എന്നാൽ ഒരു കാരണവശാലും ഒരു സുവിശേഷകനാകണം, ദൈവവചനം കൈകളിൽ എടുത്തുകൊണ്ട് മുൻപോട്ട് പോകണം, അത് എനിക്ക് തീരെ വേണ്ട എന്നുള്ളൊരു നിലപാടായിരുന്നു ആ നാളുകളിൽ എന്നെ ഭരിച്ചിരുന്നത്. എന്നാൽ കലാലയ പഠനശേഷം ഒരു ദൈവദാസൻ്റെ സ്വാധീനതയാൽ കുമ്പനാട്ടുള്ള ബഥനി ബൈബിൾ സ്കൂളിൽ 1983 ഒരു ഹ്രസ്വകാല കോഴ്സ് പഠിക്കുന്നതിനായി പോയി. എന്നാൽ അവിടെയും സുവിശേഷ വേലയ്ക്കുള്ളൊരു വിളി വ്യക്തമായി ലഭ്യമായില്ല. എൻ്റെ മാതാവ് ശാരീരിക അസ്വസ്ഥതയാൽ ഭാരപ്പെടുകയും എരുമേലിയിലുള്ള സർക്കാർ ആശുപത്രി, അന്നുണ്ടായിരുന്ന ജനതാ ഹോസ്പിറ്റൽ, ഇവിടെ സാധിക്കാഞ്ഞിട്ട് കാഞ്ഞിരപ്പള്ളിയിലുള്ള താലൂക്ക് ഹോസ്പിറ്റൽ, ഇന്നത് ജില്ലാ ലെവലിലേക്ക് ഉയർന്ന ഒരു സർക്കാർ ആതുരാലയമാണ്, അവിടെ മാതാവിൻ്റെ യൂട്രസ് നീക്കം ചെയ്യണം. ആ സർജറിക്ക് സമ്മതപത്രം എഴുതി ഒപ്പിട്ട ശേഷം ഒരു രാത്രി അവിടെ കിടക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പക്ഷമായി എന്നോട് സംവദിച്ചു. നീ എന്നെ വേണ്ട എന്ന് പറഞ്ഞ് എൻ്റെ വചനം നീ കൈകളിൽ എടുക്കുകയില്ല എന്ന ശാഠ്യത്തിൽ മുൻപോട്ട് പോവുകയാണല്ലേ എന്ന ഒരു ധ്വനി എൻ്റെ ഉൾത്തടത്തിൽ മുഴങ്ങി. എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. കാതുകളിലേക്ക് ആ കിടക്കയിൽ തന്നെ അശ്രുബിന്ദുക്കൾ കിനിഞ്ഞിറങ്ങുന്ന ഒരനുഭവം ഉണ്ടായി. അതാണ് വ്യക്തമായൊരു ദൈവശബ്ദം കേട്ടതായി എനിക്ക് അനുഭവേദ്യമായത്. എന്നാൽ പിന്നീട് വചനത്താൽ അത് ഉറപ്പിക്കപ്പെട്ടു. കർത്താവിൻ്റെ വേലയല്ലാതെ മറ്റൊരു മാർഗമില്ല എന്നുള്ള ബോധ്യമുണ്ടായി. പക്ഷേ സംഭവിച്ചത്, ഞാൻ അവിടവും വിട്ട് മുൻപോട്ട് എന്തെങ്കിലും ഒരു ജീവിത സാഹചര്യം ഉണ്ടാകണം എന്ന ലക്ഷ്യത്തിൽ ഓടിപ്പോവുകയാണ് ഉണ്ടായത്. എന്തെങ്കിലും ഒരു ജോലി പഠിക്കണം, ചെയ്യണം, ആ അർത്ഥത്തിൽ വീട് വിട്ടുപോയി. കുറേ വർഷങ്ങൾ മറ്റ് ചില സ്ഥലങ്ങളിലേക്ക് പോയി. എന്നാൽ ഈ ഒരു ഉൾവിളി അന്തരംഗത്തിൽ തുടികൊട്ടി കിടന്നിരുന്നു. കർത്താവ് അതിനെ പിന്നീട് അവിടുത്തെ അളവറ്റ കൃപയാൽ ഫലഭൂയിഷ്ഠിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു.
സാറിൻ്റെ ആരംഭകാല സുവിശേഷ വേലകളെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? ഏതൊക്കെ പ്രദേശങ്ങളിലാണ് സുവിശേഷ വേല ചെയ്തത്? അന്ന് നേരിട്ടതായിട്ടുള്ള പ്രതിസന്ധികളും അതോടൊപ്പം തന്നെ അനുകൂല സാഹചര്യങ്ങളെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? 1985 മുതൽ ചെന്നൈയിൽ പ്രസിദ്ധമായ ഒരു ബൈബിൾ കോളേജിൽ ചേർന്ന്, പ്രാരംഭത്തിൽ അത് ABTI അസംബ്ലി ബൈബിൾ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടായിരുന്നു. അവിടെ ചേർന്ന ശേഷം അവരത് സ്റ്റുവേർട്സ് ബൈബിൾ കോളേജായിട്ട് അപ്ഗ്രേഡ് ചെയ്തു. അതിൻ്റെ പ്രഥമ ബാച്ചിലെ സ്റ്റുഡൻ്റായിട്ട് പഠിക്കുവാനായിട്ട് സാധിച്ചു. അതേ തുടർന്ന് നാട്ടിലെത്തുകയും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ലഭ്യമായ വിളി അനുസരിച്ച് കർത്തൃവേലയ്ക്ക് സമർപ്പിച്ചു, പ്രാർത്ഥിച്ചു. മാതൃസഭയിൽ 2 വർഷത്തിലേറെ നിന്ന് ശുശ്രൂഷകൾ ചെയ്ത് സഭയ്ക്ക് ബോധ്യമായപ്പോഴാണ് അവർ കമൻ്റ് ചെയ്തത്. അങ്ങനെ പ്രാരംഭ നാളുകൾ 1-2 വർഷം വഞ്ചിയപ്പാറ, ചുങ്കപ്പാറ എന്ന സ്ഥലത്തും പിന്നീട് അയിരൂർ, കാരമല എന്ന സ്ഥലത്തും പ്രവർത്തിച്ചു. അതേ തുടർന്ന് കുമ്പനാട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ കുടുംബമായി ഞങ്ങൾക്ക് വരുവാൻ സാധിച്ചു. അവിടെ നിന്ന് ഏകദേശം 2.5 വർഷം ഒരു കൺവെൻഷന് പ്രഭാഷകനായി പോയതിനെ തുടർന്ന് എരുമക്കാട് സ്ഥലം സഭയിൽ അവർ അവിടെ വന്ന് ഞങ്ങളെ സഹായിക്കണം, താമസിച്ച് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു. ആ രംഗത്താണ് അവിടേക്ക് പോവുകയും തുടർന്ന് ചെങ്ങന്നൂർ എന്ന സ്ഥാനത്തേക്ക് വരികയും ചെയ്തത്. പ്രാരംഭ രംഗത്ത് വിശ്വാസത്താൽ മറ്റാരോടും യാതൊരു കാര്യത്തിനും ആശ്രയിക്കാതെ മുൻപോട്ട് പോകണം എന്നുള്ള ഒരു നിർബന്ധം കർത്താവുള്ളിൽ തന്നിരുന്നു. അതോടൊപ്പം തന്നെ പരസ്യ ശുശ്രൂഷകളിൽ ആവോളം സംബന്ധിക്കുകയും കർത്താവിനെ തെരുവോരങ്ങളിൽ ഉയർത്തുന്നതിന് വേണ്ടി അവസരങ്ങൾ ധാരാളം ലഭിച്ചു. ശ്രീ തിരുവട്ടാർ കൃഷ്ണൻകുട്ടി അദ്ദേഹത്തിൻ്റെ സദേൺ ഗോസ്പൽ ടീമിൽ ഒരംഗമായി ചേർത്ത് കേരളത്തിലും തമിഴ്നാട്ടിലും ഉടനീളം സഞ്ചരിച്ചു. അദ്ദേഹം തന്നെ വേദിയിലേക്ക് പ്രാരംഭമായി കൈപിടിച്ച് ഉയർത്തിയത് ഓർക്കുന്നു. മുക്കൂട്ടുതറ ഒരു അസ്റ്റോറിയ പാപ്പച്ചായൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ക്രമീകരിച്ചിരുന്ന വിശാലമായ യോഗങ്ങളിൽ പ്രഗത്ഭരായ MM സഖറിയ, ചാണ്ടപ്പിള്ള ഫിലിപ്പ്, തിരുവട്ടാർ കൃഷ്ണൻകുട്ടി, ആദിയായ PS തമ്പാൻ ആദിയായവരോട് ചേർന്ന് അദ്ദേഹവും വേദിയൊരുക്കി. അങ്ങനെയുള്ള പ്രോത്സാഹനങ്ങൾ നൽകുകയുണ്ടായി. എന്നാൽ ഞാൻ ഈ സൂചിപ്പിച്ച ചുങ്കപ്പാറ, ആയിരൂർ, കാരമല എന്ന ഭാഗത്തൊക്കെ പോകുമ്പോൾ വളരെയേറെ കഷ്ടതയും ബദ്ധപ്പാടും ത്യാഗവും ഒക്കെ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അവിടെയുള്ള ദൈവമക്കൾ പക്ഷേ അപ്പോഴും സ്നേഹഹൃദയത്തോടെ സമീപിക്കുന്നവരായിരുന്നു. 1-2 പ്രാവശ്യം സുവിശേഷം അറിയിക്കാനായി പോയ സന്ദർഭത്തിൽ ഉപദ്രവങ്ങളും മടലുകൊണ്ടുള്ള ഏറും ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അതൊരു വലിയ കാര്യമായിട്ടല്ല കരുതുന്നതും. കർത്താവ് അങ്ങനെ ഒരു കൃപ തന്നു എന്നതിന് മാത്രം ഇത് ഇപ്പോൾ സാറ് ചോദിച്ചതുകൊണ്ടും സൂചിപ്പിക്കുകയാണ്. എല്ലാ മഹത്വവും കർത്താവിന്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എത്ര വർഷമായി സാർ ഈ സുവിശേഷ വേല ചെയ്യുന്നത്? എത്ര വർഷമായി? 35 വർഷമായി കമൻ്റ് ചെയ്ത് കർത്താവിൻ്റെ വേലയിൽ ശുശ്രൂഷകനായി, സുവിശേഷകനായി അധ്വാനിച്ചു വരികയാണ്. ഓക്കെ, ഈ 35 വർഷത്തെ ജീവിത അനുഭവത്തിൽ ദൈവം അത്ഭുതകരമായി വഴി നടത്തി. ദൈവത്തിൻ്റെ ഒരു അത്ഭുതകരമായ ഒരു കരം എൻ്റെ കൂടെ ഇരുന്നു ചില സാഹചര്യങ്ങളിൽ. അങ്ങനെ എടുത്തു പറയത്തക്കതായ 1-2 കാര്യങ്ങളൊന്ന് പറയാമോ? അപ്പോൾ സാറിനെ സംബന്ധിച്ച് 35 വർഷം സുവിശേഷ വേല, ഒരുപാട് അനുഭവങ്ങളുണ്ട്. എങ്കിലും നമ്മളെപ്പോഴും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, നന്ദി പറയുന്ന ഒരു സന്ദർഭങ്ങൾ, അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? കർത്താവ് തൻ്റെ വേലയിൽ ഒരു വ്യക്തിയെ ഫലകരമായി ഉപയോഗിക്കണമെങ്കിൽ ദൈവവചന അഭ്യസനമോ ശുശ്രൂഷാപരമായ പ്രാവീണ്യമോ കൂടാതെ കർത്താവിൻ്റെ പാഠശാലയിലെ ഒരു പ്രധാന പാഠമാണ് കഷ്ടത എന്നതെനിക്ക്
മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ 35 വർഷം പിന്നാമ്പുറം തിരിഞ്ഞ് നോക്കുമ്പോൾ കഷ്ടതയിലൂടെ സ്ഫുടം ചെയ്തെടുത്ത് ശുദ്ധി ചെയ്ത ഒരു ഉപകരണത്തെയാണ് കർത്താവ് ഫലകരമായി അവിടുത്തെ ദിവ്യ കരാങ്കുലികളിൽ മൂർച്ചയേറിയ ഒരായുധമായി ഉപയോഗിക്കുന്നത്. പ്രാരംഭരംഗത്ത് എനിക്ക് ഒരു മകൾ വിവാഹം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ ജനിച്ചു. അവൾ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ മുതൽ അതുവരെ വളരെ ചൈതന്യവത്തായി കഴിഞ്ഞിരുന്ന ശിശു മെല്ലെ കഫം, പനി, ബുദ്ധിമുട്ടുകൾ ഇത്യാദി വിഷയങ്ങളിലൂടെ കടന്നുപോയി. എൻ്റെ ഭാര്യയുടെ ഭവനം തിരുവല്ല കവിയൂരാണ്. ഒരു പ്രസിദ്ധനായിരുന്ന സുവിശേഷകൻ്റെ ഇളയ മകളെയാണ് ഞാൻ വിവാഹം കഴിച്ചത്. ശ്രീ OM തോമസ് മുട്ടത്തുപാറ, ഇളയ മകൾ ലിസിയമ്മ തോമസ്. അപ്പോൾ അതുകൊണ്ട് എരുമേലിയിൽ നിന്ന് ഞങ്ങൾ തിരുവല്ല മെഡിക്കൽ മിഷനിൽ ചികിത്സയ്ക്ക് വരും. കവിയൂരെ വീട്ടിൽ പോയി താമസിക്കും. ഒരാഴ്ച കഴിയും, വീണ്ടും അസുഖമായിട്ട് വരും. 1 മാസം കഴിയും, വീണ്ടും വരും. ഇങ്ങനെ പല എപ്പിസോഡുകൾ തന്നെ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. എനിക്ക് മനസ്സിലായില്ല അതെന്തിനാണ് എന്ന്. ചില സന്ദർഭങ്ങളിൽ മെനഞ്ചൈറ്റിസ് പോലെയുള്ള മസ്തിഷ്കജ്വരം പോലെയുള്ള അസുഖമാണ് എന്ന് ഡോക്ടേഴ്സ് കൺഫേം ചെയ്ത രംഗമുണ്ട്. ന്യൂമോണിയ വന്ന് വല്ലാതെ സഫക്കേറ്റ് ചെയ്യുകയും കൊച്ചു കുഞ്ഞിൻ്റെ കഫം വലിച്ചെടുക്കാൻ അവർ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മനസ്സ് വല്ലാതെ ഭാരപ്പെട്ട് നിലവിളിക്കുകയും കർത്താവിനോട് കരയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ രംഗങ്ങളിൽ കർത്താവ് വിടുവിച്ചു എന്ന് മാത്രമല്ല, എൻ്റെ വൈഫും ഒന്നിലധികം സമയങ്ങളിൽ ICUവിൽ വരെ പ്രവേശിക്കപ്പെട്ടിട്ടുള്ള നിമിഷങ്ങൾ കർത്താവിനോട് കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചപ്പോൾ ആ അത്ഭുതകരമായ വിടുതൽ ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ സാധിച്ചു എന്ന് മാത്രമല്ല, ആ നാളുകളിലാണ് മെഡിക്കൽ മിഷൻ്റെ അഡ്മിനിസ്ട്രേറ്ററായിരുന്ന ശ്രീ MV മാത്യു സാർ എന്നെ സമീപിച്ച് അദ്ദേഹം ചോദിച്ചു, "Why don't you come for the ministry in the hospital as chaplains in ministry?" അതിൽ സഹകരിച്ച് പോയിക്കൂടെ? അപ്പോൾ ഞാൻ പറഞ്ഞു, "സാറേ, എനിക്ക് പരിചയമില്ല." "Don't worry about that. You come along. വരിക, ഞാനതെല്ലാം കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ചാപ്ലൻസി മിനിസ്ട്രിയിൽ ഞാൻ പ്രവേശിക്കുന്നത്. അപ്പോൾ കഷ്ടത എന്തുകൊണ്ട് അന്ന് അങ്ങനെ കർത്താവ് അനുവദിച്ചു? കർത്താവിൻ്റെ ഉദ്ദേശം ഇതായിരുന്നു. അദ്ദേഹത്തിന് മാത്രമല്ല, തുടർന്ന് ഡോക്ടർ KN നമ്പൂതിരിപ്പാട് ഡയറക്ടറായിട്ട് അവിടെ വന്നപ്പോഴും ഇവരെ പല കൺവെൻഷനുകളിൽ ആളുകൾ ക്ഷണിക്കും, അറിയപ്പെടുന്നവരാണല്ലോ. അപ്പോൾ അവരുടെ ഇംഗ്ലീഷ് പ്രഭാഷണങ്ങൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഇവരെന്നെ കൊണ്ടുപോകും. അപ്പോഴാണ് എനിക്ക് കണ്ണു തുറന്നത്, കർത്താവ് എന്തിനാണ് കഷ്ടതയുടെ താഴ്വരയിൽ വടികൊണ്ടടിച്ച് ആ പാനപാത്രം കുടിക്കാൻ നമ്മുടെ ചുണ്ടോട് അടുപ്പിക്കുന്നത് എന്ന്. താങ്ക് യു സാർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈവൻ. ഓക്കെ, സാറ് ചില പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, ആ പുസ്തകങ്ങളൊക്കെ ഒന്ന് കാണിക്കാമോ? 2-3 സാമ്പിളാണിത്. എത്ര പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്? പ്രാരംഭമായിട്ട് മരണാനന്തരം ഒരു വിചിന്തനം, അതിൻ്റെ കോപ്പി എനിക്ക് എടുക്കാൻ ഇപ്പോൾ സാധിച്ചില്ല. അതിനുശേഷം അതൊരു സുവിശേഷം വ്യക്തമാക്കുന്ന ചെറിയ പുസ്തകമാണ്. അതിനുശേഷം സ്നാനം ഒരു വിചിന്തനം, ഒരു പഠനഗ്രന്ഥമായി എഴുതി. അതോടൊപ്പം തന്നെ ഒരു വിചിന്തനത്തിന് തയ്യാറാകുമോ, അതും സുവിശേഷ വ്യക്തമാക്കുന്ന ഏതാണ്ട് 80 പേജുള്ള പുസ്തകമാണ്. അതേ തുടർന്നൊരു മിനി റിസർച്ച് വർക്കാണ് ബൈബിളിൻ്റെ നിസ്തുല്യത ഒരു വിചിന്തനം. ഇത് IEM ബൈബിൾ കോളേജിൽ അവരുടെ ലീഡർഷിപ്പ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഒരു പരസ്യയോഗത്തിന് ശുശ്രൂഷിക്കുന്നത് കേട്ട് അന്നത്തെ IEMൻ്റെ ഈ സംസ്ഥാന ഡയറക്ടറായിരുന്ന ശ്രീ രജി K. തോമസ് എന്നോട് ചോദിച്ചു, "സാർ, ഇത് അവിടെ വന്ന് വിഷയമായിട്ട് പഠിപ്പിക്കാമോ?" അപ്പോൾ 3-4 മാസങ്ങൾ നിൽക്കുന്ന ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആധികാരികമായ വിഷയം പഠിപ്പിക്കുവാൻ ബൈബിളിൻ്റെ നിസ്തുല്യത
ശാസ്ത്രീയമായി, അതുപോലെ ആർക്കിയോളജിക്കലി, ഹിസ്റ്റോറിക്കലി, സയൻറ്റിഫിക്കലി ബൈബിളിൻ്റെ നിസ്തുല്യത അംഗീകരിക്കുന്ന ഇന്ന് ജീവിച്ചിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ, സാധാരണ കെപ്ലർ, ന്യൂട്ടൺ ആദിയായ പൂർവ്വകാല ശാസ്ത്രജ്ഞരെ കുറിച്ച് അനേകർ പ്രതിപാദിക്കാറുണ്ട്. ബട്ട് ഇപ്പോൾ ജീവിച്ചിരിക്കുകയും ലോകം ആദരിക്കുകയും ചെയ്യുന്ന ഒരു 7 പേര് ഇതിൽ അവരുടെ അനുഭവം ഉദ്ധരിച്ചുകൊണ്ട്, ആസ്ട്രോഫിസിക്സ് സയൻറ്റിസ്റ്റുമാരെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് എഴുതിയ ഒരു ചെറിയ റിസർച്ച് പഠനമാണ് അത്. കഴിഞ്ഞു. എന്നാൽ ഇതിനോടകം പ്രസിദ്ധനായ ജോൺ ഫിലിപ്സ് എന്ന അമേരിക്കക്കാരൻ എഴുതിയ മെൻ ഹൂ മെറ്റ് ദ മാസ്റ്റർ, അത് മലയാളത്തിലേക്ക് പരിഭാഷ ചെയ്യുന്നതിന് എന്നെ ഏൽപ്പിച്ചു. അത് പ്രിയ മൈലപ്ര KA ഫിലിപ്പ് സാറിൻ്റെ ഒത്താശ ഇതിലുണ്ടായി. അദ്ദേഹം ആണ് ഇതിനെന്നെ പ്രോത്സാഹിപ്പിച്ചത്. ഇത് അമേരിക്കയിലെ ഫീബ ഏറ്റെടുത്ത് ലക്ഷക്കണക്കിന് കോപ്പികൾ അവർ പബ്ലിഷ് ചെയ്തു. അതിനുശേഷം വീണ്ടും 10,000 കണക്കിന് അതിൻ്റെ കോപ്പികൾ ഇന്നും പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ഗുരുവിനെ കണ്ടെത്തിയവർ, കണ്ടുമുട്ടിയവർ. ഇതാണ് ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് അറിയപ്പെടാനും അവർ ഫീബ എന്നെ അവരുടെ കോൺഫറൻസിന് ക്ഷണിക്കുവാനും ഒക്കെ ഒരു അവസരം ഒരുക്കിയത് എന്ന് ഞാൻ ഓർക്കുന്നു. എമ്മൗസ് പാഠാവലിക്ക് വേണ്ടി വാട്ട് ദ ബൈബിൾ ടീച്ചേഴ്സ്, അത് മലയാളത്തിലേക്ക് പരിഭാഷ ചെയ്തു. ഡോക്ടർ കോശി ഡെക്കർസ്റ്റോൺ ഇൻ്റർനാഷണലിൻ്റെ വിധാതാവായിരുന്ന കോശി പി തോമസിൻ്റെ ആത്മകഥ പ്രണയശിലകൾ, ആ ഒരു പുസ്തകം ഇംഗ്ലീഷിലേക്കും പരിഭാഷ ചെയ്ത് കൊടുക്കുവാൻ കഴിഞ്ഞു. അദ്ദേഹം പക്ഷേ അടുത്ത ഇടയിൽ മരിച്ചുപോയി. ഇംഗ്ലീഷിലത് പബ്ലിഷ് ചെയ്തോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു പ്രവചന പഠനം, ഒരു വിചിന്തനം, അത് അണിയറയിലാണ്, പൂർത്തിയായി. എന്നാൽ അത് പബ്ലിഷ് ചെയ്തില്ല. ഇപ്പോൾ നീതീകരണം ഒരു വിചിന്തനം ഒരു പബ്ലിഷറുടെ കയ്യിലിരിക്കുകയാണ്. 100-ന് അധികം പേജുണ്ട്. ഈ അടുത്ത ദിവസം സഭാചരിത്രം ശ്രദ്ധയായപ്പോൾ 2-3 വർഷങ്ങളെടുത്ത് അതിലെ മുഴുവൻ ഭാഗങ്ങൾ നോക്കിയിട്ടൊന്ന് കാച്ചിക്കുറുക്കി സത്ത പോലെ 33 അധ്യായങ്ങളുള്ള ഒരു പുസ്തകമായി സഭാചരിത്രം ഒരു ലഘുവിചിന്തനം എന്ന പേരിൽ ഇപ്പോൾ അതിൻ്റെ ഫൈനൽ രംഗത്താണ്. ആസന്നമായിട്ട് തന്നെ അത് പബ്ലിഷ് ചെയ്യും. ഒരു 10-ലധികം മലയാളം ട്രാക്റ്റുകൾ, ഗിലിയാദിലെ സുഗന്ധതൈലം എന്ന ബുക്കലറ്റ്, അതുപോലെ തമിഴിൽ ഉണ്മയാന ആറുതൽ, ഉങ്ങൾക്ക് തെരിയുമ, തിരുവല്ല മെഡിക്കൽ മിഷനിലെ ശുശ്രൂഷയോട് ചേർന്ന് തിരകൾ തിന്നു തീർത്ത തീരങ്ങൾ, അത് ആ വലിയ സുനാമിയെ തുടർന്ന് ചൂടപ്പം പോലെ വിറ്റഴിഞ്ഞ 10,000 കണക്കിന് കോപ്പികൾ പോയ ഒരു ലഘുകൃതിയാണ്. ട്വിൻ ടവർ നശിച്ചപ്പോൾ ആ പിക്ചർ ഉൾപ്പെടെ, ആളുകൾ അമ്പരപ്പോടെ നിൽക്കുന്ന പിക്ചർ ഉൾപ്പെടെ, ആശ്രയം എവിടെ എന്ന ഒരു ലഘുലേഖ പ്രസിദ്ധപ്പെടുത്തി. അത് അപ്പോൾ തന്നെ ഹോസ്പിറ്റലുകാർ ഏറ്റെടുത്ത് അത് പ്രിൻ്റ് ചെയ്തെങ്കിലും മുഴുവനും തീർന്നു. ഇപ്പോൾ ഞാനത് വീണ്ടും DTP ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പുകഴ്ചയല്ല, കർത്താവ് തന്ന പ്രേരണ അനുസരിച്ച് ക്രിസ്തുവിൻ്റെ ന്യായാസനം ഒരു വിചിന്തനം, അതുപോലെയുള്ള ചില വർക്കുകൾ പൂർത്തീകരിച്ച് വെച്ചിരിക്കുകയാണ്. മറ്റ് ചില പ്രേരണകളുള്ളതുകൊണ്ട് രാത്രി പകലാക്കി ഇരിക്കാറുണ്ട്. അത് ഒന്നിനും പുകഴ്ചയ്ക്കല്ല, ദൈവനാമ മഹത്വത്തിന് കർത്താവ് ഒരു ഉപകരണം എന്ന നിലയിൽ ഉപയോഗിക്കുന്നു എന്ന ആശയത്തിൽ മാത്രം സാറ് അത്രയും ആരാഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണ്. ഗ്ലോറി ഓൾ ബിലോങ്സ് ടു ദ ലോർഡ്. മനസ്സിലാക്കിയിട്ടുള്ള, അനുകരിക്കാൻ കൊള്ളാവുന്ന സുവിശേഷ പ്രവർത്തകർ ഒരുപാട് പേരുണ്ട്. ചില ആളുകളുടെ പേര് പറയാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും. പ്രാരംഭ രംഗത്ത് എന്നെ സ്വാധീനിച്ചു എന്ന് പറയാവുന്ന ഒരു പ്രശാന്ത വ്യക്തിത്വത്തിനുടമയാണ് എൻ്റെ അധ്യാപകൻ കൂടെയായിരുന്ന ഡോക്ടർ OM ശ്യാമവൻ. അദ്ദേഹം ക്ഷീണനായി ഇപ്പോഴും കഴിയുന്നു. 2, ദൈവവചന പഠനം സംബന്ധിച്ച് എനിക്ക് അനവധി ഗുരുഭൂതന്മാരുണ്ടെങ്കിലും ആംഗലേയ ഭാഷയിൽ ഇരുത്തം വന്ന വെസ്റ്റേണേഴ്സ് പോലും വാനോളം പുകഴ്ത്തി പാടിയിട്ടുള്ള ഡോക്ടർ ജസ്റ്റിസ് സാമുവൽ, ചെന്നൈ,
ഒരു നിസ്തുല്യ സ്വാധീനതയായി. വചന പഠനവും ചിന്തയും അദ്ദേഹത്തിൻ്റെ ഒരു മാതൃക എന്നെ ഹഠാത് ആകർഷിച്ചിട്ടുണ്ട്. എന്നാൽ പ്രവചന പ്രഭാഷണങ്ങളിൽ ഡോക്ടർ OM ശാമുവൽ, MM സക്കറിയ, അപ്പോൾ തന്നെ WMEയുടെ സാരഥിയായി ഇപ്പോഴും വിരാജിക്കുന്ന പാസ്റ്റർ OM രാജുക്കുട്ടി അവറുകൾ ദാനിയേൽ പ്രവചനം, 70-ാം ആഴ്ചവട്ടം, പ്രവചന വിഷയങ്ങൾ ഇതൊക്കെ പരസ്യമായ വേദിയിൽ തനത് ശൈലിയിൽ ഇവർ അവതരിപ്പിച്ച് പ്രസംഗിക്കുന്നവരാണ്. അപ്പോൾ ആ ഒരു കേൾവി എന്നെ വളരെ അധികം സ്വാധീനിച്ചിട്ടുണ്ട്. എന്നാൽ ആളത്വം കൊണ്ടും സ്നേഹമസൃണമായ ഒരു വിനയാന്വിത സമീപനം കൊണ്ടും എന്നെ പിടിച്ചു കുലുക്കിയിട്ടുള്ള ഒരാൾ തിരുവട്ടാർ കൃഷ്ണൻകുട്ടി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സുവിശേഷത്തോട് ക്രിസ്തുവിനെ ഉയർത്തുവാനുള്ള നിസ്തുല്യ സമർപ്പണം എന്തുകൊണ്ടും ശ്ലാഘനീയമാണ്, ഉത്തുംഗ ശൃംഗത്തിൽ വിരാജിക്കുന്നതുമാണ്. തത്തുല്യമായി പറയാൻ വേറൊരാളില്ല തന്നെ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഏതൊക്കെ മേഖലകളിലാണ് സാറിൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങൾ? പ്രധാനമായും ഒരു സ്ഥലം സഭയോട് ചേർന്ന് ചെങ്ങന്നൂർ അങ്ങാടിക്കൽ ബ്രദറൻ അസംബ്ലിയോട് ചേർന്ന് ഒരു ശുശ്രൂഷകനായി തുടരുന്നു. അപ്പോൾ തന്നെ വിശാലമായ നിലയിൽ ഈ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് യാത്രകളും മറ്റും ചുരുങ്ങും. അങ്ങനെ പ്രാരംഭ രംഗത്ത് സൺഡേ സ്കൂൾ, സഭയുടെ കാര്യങ്ങൾ, സിസ്റ്റേഴ്സിൻ്റെ മീറ്റിംഗ്, സഭയിലെ വചന ശുശ്രൂഷകൾ, വേദപഠനം ഇത്യാദി കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ അർപ്പിച്ച് മുൻപോട്ട് നീങ്ങി. എന്നാൽ അതിന് മുമ്പ് ലഭിച്ച അവസരങ്ങൾ കേരളത്തിലും കേരളത്തിന് വെളിയിലും ഇന്ത്യയിലും മറ്റ് രാജ്യങ്ങളിലുമൊക്കെ പോകുവാനും ശുശ്രൂഷിപ്പാനും കർത്താവ് ഭാഗ്യം നൽകി. എന്നാൽ കല്ലിശ്ശേരിയിൽ ഒരു ബൈബിൾ കോളേജ് സ്ഥാപിതമായത് മുതൽ, അതിൻ്റെ പ്രാരംഭ രംഗം മുതൽ അവരെന്തുകൊണ്ടോ എന്നെ അതിൽ ഉൾക്കൊള്ളിച്ചു. ഒരു ലളിത വചന അധ്യാപകനായി അവിടെ ഇന്നും തുടരുന്നു. ഈ അടുത്ത നാളുകളിൽ തടിയൂരുള്ള വിഷൻ ബൈബിൾ കോളേജിൽ അവർ ഒരു അധ്യാപകനായി അവരുടെ മാസ്റ്റേഴ്സ് കോഴ്സിനും അതുപോലെ ഓൺലൈൻ BTH കോഴ്സിനും റെഗുലറായിട്ടുള്ള കോഴ്സുകൾക്കും അവരും ഒന്ന് വരുവാൻ ആവശ്യപ്പെട്ടു. അതനുസരിച്ച് തുടരുന്നു. മറ്റ് പല സ്ഥാനങ്ങളിൽ ദൈവവചനം സുവിശേഷം അറിയിക്കുകയും പ്രഭാഷകനായും ദൈവവചനം ആവോളം ക്ലാസ്സുകളായി പഠിപ്പിക്കുന്ന നിലയിലുമാണ് ഇപ്പോൾ പ്രധാനമായും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സാറിൻ്റെ ഈ സുവിശേഷ പ്രവർത്തന മേഖലകളിൽ സാറിൻ്റെ ജീവിത പങ്കാളിയുടെ ഒരു സപ്പോർട്ട്, ഒരു പ്രചോദനം ഏതൊക്കെ മേഖലകളിലാണ് അത് അനുഭവിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്? ഒരു സുവിശേഷകൻ്റെ വിജയം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പങ്കാളിയുടെ ഒരു പ്രവർത്തനം കൂടെയാണ്. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇപ്പം ആൻറ്റിയുടെ പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് സാർ വിലയിരുത്തുന്നത്? സാറൊരു ഈ മേഖലയിൽ ഇരുത്തം വന്ന ഒരു പ്രതിഭാശാലി എന്ന നിലയിലാണ് ഈ ചോദ്യത്തിലേക്ക് വന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനെ ഞാൻ അനുമോദിക്കുന്നു. അല്ല, കൂടുതലും നമ്മൾ ഈ പാസ്റ്റേഴ്സിൻ്റെ ഒക്കെ ഇൻ്റർവ്യൂ ആണ് കൂടുതൽ ചെയ്യാറായിട്ടുള്ളത്. എന്നാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റർമാരുടെ, ആൻറ്റിമാരുടെ ജീവിത ചരിത്രവും അല്ലെങ്കിൽ ജീവിത അനുഭവങ്ങളും കൂടെ നമ്മൾ പങ്കുവയ്ക്കണം. കാരണം നമ്മളെക്കാൾ കൂടുതൽ കഷ്ടപ്പെടുകയും അധ്വാനിക്കുകയും ചെയ്യുന്ന ഒരു ആളുകൾ അവരാണ്. ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ മുഖസ്തുതി എന്നെടുക്കരുത്, അഭിനന്ദിക്കുന്നു. വാസ്തവത്തിൽ ഇതൊരു വലിയ ഒരു ചോദ്യമാണ്, ഒരു നല്ല മേഖലയാണ്. അങ്ങേക്ക് ദൈവം തന്ന ഈ ദർശനവും ഇങ്ങനെ കേവലം അറിയപ്പെടുന്ന കുറേ ദൈവദാസന്മാരെ ഇൻ്റർവ്യൂ ചെയ്ത് അവരുടെ പേരിനും പ്രശസ്തിക്കും ഇത് ഇടുക എന്നതിലുപരി ഞാനിപ്പോൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് ആരും തുണയില്ലാതെ ഒറ്റപ്പെട്ട് കഴിയുന്ന ചിലയിടത്ത് സാറിൻ്റെ റിസ്കിൽ പോയി അവരെ 10 പേരറിയട്ടെ, പ്രാർത്ഥിക്കട്ടെ എന്നൊരു ചേതനയും ചേതവികാരവുമുള്ള ആളായിട്ട് മനസ്സിലാക്കുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ്. അത് മുഖസ്തുതി അല്ല. എന്നെ സംബന്ധിച്ച് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു സുവിശേഷകൻ്റെ ഇളയ മകളായി ജനിച്ചു വളർത്തപ്പെട്ട ഒരു ദൈവദാസിയാണ് എൻ്റെ ഭാര്യ ലിസി. രാജസ്ഥാനിൽ
ജ്യേഷ്ഠത്തിയോടൊപ്പം ജ്യേഷ്ഠത്തിൽ നിന്ന് അവിടെ കളക്ട്രേറ്റിലെ ജോലിക്കാരിയായിട്ട് ഇപ്പോൾ റിട്ടയറായി. ഈ അനിയത്തിയും അവിടെ പോയി ജോലി ചെയ്യുന്ന ഒരു സന്ദർഭമായിരുന്നു. അവധിക്ക് നാട്ടിൽ വന്നപ്പോൾ പുല്ല് ചെത്താനായിട്ട് അവർക്കന്ന് നല്ല സൗകര്യമുണ്ട്. ജ്യേഷ്ഠത്തെയും ഭർത്താവും അഹമ്മദാബാദ് രാജസ്ഥാനിൽ, അനിയത്തി തിരുവല്ല മെഡിക്കൽ മിഷന് നേഴ്സ്, ഭർത്താവ് ദോഹയിൽ, സഹോദരൻ കൊച്ചിൻ ഷിപ്പ് യാർഡിലെ ജോലിക്കാരൻ, ഭാര്യ അധ്യാപിക. ഇളയ മകളാണ്. എല്ലാ സൗകര്യവും അറിഞ്ഞും കണ്ടും കേട്ടും വളർന്നു വന്നതാണ്. എൻ്റെ സാഹചര്യത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. എന്നാൽ നാട്ടിൽ വന്ന് പുല്ലറുക്കാൻ പോയ വഴി എൻ്റെ ഭാര്യയായ അദ്ദേഹത്തെ, അന്ന് വിവാഹിതയല്ല, ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല, വിഷം തൊട്ടു. അത് മാരകമായിരുന്നു. അവിടെ നിന്ന് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ അഭയം തേടി. അവിടെ നിന്ന് എല്ലാ സജ്ജീകരണങ്ങളോടും മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ഡയാലിസിസ് ചെയ്തു. അവിടെ വെച്ചാണ് അവരുടെ അമ്മയും കൊച്ചമ്മ, അന്ന് പെന്തക്കോസ്ത് പശ്ചാത്തലത്തിലാണ്, പുറത്തിരുന്ന് കണ്ണുനീരോടെ കരഞ്ഞ് ദൈവസന്നിധിയിൽ ഈ സഹോദരിയെ നേർന്നു, സൗഖ്യമായാൽ ഇനി ജോലിക്ക് അവളെ വിടുകയില്ല, കർത്താവിൻ്റെ വേലയ്ക്കാണ്. അത് ഇദ്ദേഹം അകത്ത് കിടന്ന കർത്താവെ എന്ന് പറഞ്ഞ് നിലവിളിച്ചു. എന്നാൽ സൗഖ്യമായി, ദൈവം വിടുവിച്ചു. വെളിയിൽ വന്നപ്പോഴാണ് അവർ പരസ്പരം ഈ കമ്മിറ്റ്മെൻ്റ് അറിയുന്നത്. ഇതിന് ശേഷമാണ് ഞാൻ പെൺകുട്ടിയെ കാണാനായി അവിടെ എത്തുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ചോദിച്ച ഒരു ചോദ്യം തന്നെ, ഒന്ന്, എൻ്റെ അമ്മയൊന്ന് ഞങ്ങളുടെ പപ്പ മരിച്ച ശേഷം അമ്മ വൈധവ്യത്തിലാണ്. ഞാൻ ചോദിച്ച ചോദ്യം, എൻ്റെ അമ്മ വിധവയാണ്, ഞാൻ കർത്താവ് എന്നെ വിളിക്കുന്ന അനുസരിച്ച് ദൈവവചനം എന്ന പുസ്തകവുമായി മുമ്പോട്ട് പോകും. 2 നേരം ആഹാരമില്ലാതിരുന്നു. മൂന്നാമതൊരു രംഗത്ത് കർത്താവിൻ്റെ വേലക്കാരൻ എന്ന നിലയിൽ പോകുമ്പോൾ എന്തായിരിക്കും ചോദ്യം? ഈ 3 ചോദ്യങ്ങൾക്കും തൃപ്തികരമായ മറുപടിയാണ് എനിക്ക് അന്നേ ലഭിച്ചത്. അപ്പോൾ അത് കൺഫർമേഷൻ ലഭിച്ചു. അന്ന് മുതൽ ഒരു ദൈവദാസൻ്റെ വസ്ത്രം അലക്കി, അന്നൊക്കെ ദൈവദാസന്മാർ വെണ്മവസ്ത്രധാരികളാണ്, ഉജാല, നീലം, ഇതെല്ലാം അലക്കി തേച്ച് മിനുക്കി വീട്ടിലെ സകല കാര്യങ്ങളും ചെയ്ത്, അപ്പച്ചൻ സർക്കാരിൻ്റെ ഗ്രാൻഡ് തയ്യൽക്കാരനും കൂടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം അത് ശീലിച്ചിട്ടുണ്ട്. ഞാനും ആ ഒരു തൊഴിൽ അഭ്യസിച്ച ആളായതുകൊണ്ടാണ് എൻ്റെ വൈഫിൻ്റെ പിതാവ് അപ്പച്ചൻ എന്നെ താല്പര്യം തോന്നിയത്. അതെല്ലാം ഒരുപാട് ചരിത്രം അങ്ങോട്ട് പോകുന്നില്ല. എന്നാൽ അന്ന് മുതൽ എല്ലാ അർത്ഥത്തിലും ഞാൻ എവിടെയെങ്കിലും യാത്ര പോയി 4, 5, 6 ദിവസം കഴിഞ്ഞൊക്കെ വരുമ്പോഴും കുഞ്ഞുങ്ങളെ കാര്യം നോക്കി, വീട്ടുകാര്യം നോക്കി, അടുക്കളക്കാര്യം, അതവരുടെ ധർമ്മമാണ്. ഞാൻ വാസ്തവത്തിൽ ഒന്നും അറിയുന്നില്ല എന്ന് വേണം പറയാൻ. അല്ലായിരുന്നെങ്കിൽ ഇത്രയും കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്രയും എഴുത്തുകൾ, അതൊരു സബരിയായിട്ടിരിക്കണം, എനിക്ക് കഴിവുള്ള ആളല്ല. പക്ഷേ ദീർഘസമയങ്ങൾ ഇരുന്നാണ് ഒരു ചെറിയ ഒരു ട്രാക്റ്റെങ്കിലും പൂർത്തിയാകണമെങ്കിൽ അത് വീണ്ടും റീറൈറ്റ് ചെയ്തും ഇങ്ങനെ. അപ്പോൾ അതിന് ഇന്നും പൂർണ്ണ പിന്തുണയാണ് എൻ്റെ ഭാര്യയായ പ്രിയ കർത്തൃദാസി. അത് ദൈവദത്തമായ ഒരു വരദാനമായി കരുതുന്നു. അല്പം ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പ്രാരംഭകാലത്ത് തോന്നിയെങ്കിലും അതിനെല്ലാം അതിജീവിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, പിന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രകൃതമാണ്. അതൊക്കെയാണ് എൻ്റെ പിന്നാമ്പുറത്തുള്ള വിജയ കാരണം മാനുഷികമായി. താങ്ക് യു ഫോർ ദാറ്റ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു കാലഘട്ടങ്ങളിൽ നമ്മൾ യേശു ക്രിസ്തുവിനെ മറ്റൊരാൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യകത എന്താണ്? അതായത് അതിൻ്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കവലകളിലും റോഡുകളിലും വഴിവക്കുകളിലും ഒക്കെ നിന്ന് സുവിശേഷം പ്രസംഗിക്കുന്നു, സാറിനെ പോലുള്ളവർ ട്രാക്റ്റുകൾ എഴുതി കൊടുക്കുന്നു. വാസ്തവത്തിൽ എന്താണ് ക്രിസ്തുവിനെ മറ്റൊരാൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യകത ഈ കാലഘട്ടങ്ങളിൽ, എക്കാലത്തും പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിലുള്ള ആവശ്യകത എന്താണ്? ഇത് ഇപ്പോൾ സാറെന്നോട് ചോദിക്കുന്ന ഈ ചോദ്യം സാറിൻ്റെ ഒരു ചിരപരിചയം കൊണ്ടോ
സ്വാഭാവിക യൗക്തിക ബൗദ്ധിക തലത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഇത് ഒരാത്മനിറവൻ ചോദ്യമായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. എന്തെന്നാൽ അത് ഞാൻ പുകഴ്ചയല്ല, സാറ് ഈ വരുന്ന സീക്വൻസാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഒറ്റ അനുഭവം പറയാം ഈ ചോദ്യത്തിൻ്റെ മറുപടി. ഞങ്ങൾ എരുമക്കാട് താമസിക്കുമ്പോൾ എനിക്ക് തിരുവനന്തപുരത്ത് വൈകിട്ടൊരു യോഗത്തിന് സംസാരിക്കണം. ഞാനവിടെ വെളിയിലിറങ്ങി ബസ് സ്റ്റാൻഡിൽ വന്നു. ആറന്മുള ഭാഗത്തു നിന്ന് വരുന്ന ബസ്സിന് പന്തളത്തിറങ്ങി അവിടെ നിന്ന് കൊട്ടാരക്കര ട്രിവാൻഡ്രം പോകണം. ഉച്ചയ്ക്ക് മുമ്പാണ്. ഞാൻ അവിടെ നിൽക്കുമ്പോൾ എൻ്റെ ഒരു പരിചയത്തിൽപ്പെട്ട അവിടെ തന്നെയുള്ള ഒരാളെൻ്റെ അടുത്തുണ്ട്. അദ്ദേഹം എവിടെ വഴിയാത്ര പോകാനായിട്ട് നിൽക്കുകയാണ്. ബസ് കാത്ത് നിൽക്കുമ്പോൾ ഈ എൻ്റെ അടുത്ത് നിൽക്കുന്ന സ്നേഹിതന് പരിചയമുള്ള മറ്റൊരാൾ ആറന്മുള ഭാഗത്തു നിന്നൊരു സ്കൂട്ടറേ വരും. കൂളിംഗ് ഗ്ലാസ് ഉണ്ട്, സ്കൂട്ടറാണ്. അപ്പോൾ ഇദ്ദേഹത്തെ കണ്ടുകൊണ്ട് അയാൾ ഇങ്ങോട്ട് തിരിച്ചു വന്ന് ഇവിടെ നിൽക്കുന്നത് എന്നെ പറഞ്ഞ് ഇന്ന പോലെ പോകാൻ. അപ്പോൾ ഇതെൻ്റെ നമ്മുടെ ഒരു ദൈവദാസനാണ്, അദ്ദേഹം ട്രിവാൻഡ്രം വരെ പോകാൻ നിൽക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഈ ആളെന്നെ പരിചയപ്പെടുത്തിയിട്ട്, അയ്യോ എന്നാൽ ഞാൻ പന്തളം വരെ ഉണ്ടല്ലോ, എടാ എന്നാൽ നീ ഇദ്ദേഹത്തെ കൊണ്ടുപോകും, ഞാൻ വണ്ടിക്ക് കയറി പൊക്കോളാം, കാരണം എനിക്ക് ഇദ്ദേഹം തിരുവനന്തപുരത്ത് ചെല്ലണം. അപ്പോൾ ആ മനുഷ്യൻ സുമുഖനായ, കണ്ടാൽ നല്ല പൂവമ്പഴം പോലെയുള്ള ഒരു ചെപ്പക്കാരനാണ്. ഞാൻ പുറകിലിരുത്തി പന്തളം ബസ്സിൻ്റെ സ്റ്റോപ്പിലെത്തുന്നതിന് കുറച്ച് മുമ്പ് പുള്ളി നിർത്തി. ഈ കയറിയപ്പോൾ തുടങ്ങി ഇയാൾ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങുക. താങ്കൾ എവിടാ പോകുന്നത്? ഞാൻ പറഞ്ഞു ഇന്ന് ഒരു പ്രസംഗമുണ്ട്, ഞാനൊരു കൺവെൻഷന് ക്രിസ്തീയ യോഗത്തിൽ പ്രസംഗിക്കാൻ പോവുകയാണ്. എന്തുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു? എന്തുകൊണ്ട് മറ്റാരെയും പ്രസംഗിക്കുന്നില്ല? എടുത്തു പറഞ്ഞു, ഞങ്ങളുടെ ദേവീദേവന്മാരെ ഒന്നും ചെയ്യുന്നില്ല. അപ്പോഴാണ് ഞാൻ വെടികൊള്ളുന്നത്. ഈ ആള് എന്നെ ഇനി നേരെ ചോദ്യത്തിൽ പിടിക്കുകയാണല്ലോ. ഉടനെ ഞാൻ അതിനറിയാവുന്ന നിലയിൽ മറുപടി പറഞ്ഞു. പല മതചിന്തകളുണ്ട്, എന്നാൽ ക്രിസ്തു ഒരു വ്യക്തിത്വം എന്ന നിലയിൽ അവിടുന്ന് നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ മുഴു രക്ഷയ്ക്ക് വേണ്ടി, സ്വർഗപ്രാപ്തിക്ക് വേണ്ടി ഇവിടെ വന്ന് മനുഷ്യനായി വന്ന ആളാണെന്ന് തുടങ്ങി. അപ്പോൾ അദ്ദേഹം വിടുന്നില്ല. മതങ്ങൾ എന്താ ഇതിൽ നിങ്ങൾക്ക് മാത്രമുള്ള പ്രത്യേകത? അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ക്ഷമിക്കണം, ഞാൻ താങ്കളുടെ വാഹനത്തിലാണ് ഇരിക്കുന്നത്, അങ്ങാണ് എന്നെ അവിടെ വരെ കൊണ്ടുപോകുന്നത്. എന്നെ ഇറക്കി വിട്ടാലും വേണ്ടില്ല, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. കേവലം അറിയാൻ വേണ്ടി ഉപരിപ്ലവമായി മാത്രം എന്നോട് ഇത് ചോദിക്കരുത്. ഞാൻ ചോദ്യം താങ്കൾ ചോദിക്കുന്നു, ഞാൻ പറയുന്ന ഉത്തരം ആധികാരികമായി ഒറ്റ വാക്കിൽ താങ്കളുടെ ചോദ്യം തീരും. ഞാൻ അതിൻ്റെ ഉത്തരം പറയണമെങ്കിൽ ഒരു 7-8 സെൻറ്റൻസസ് എങ്കിലും പൂർത്തീകരിക്കണം. 1, അത് കേൾക്കാനുള്ള ക്ഷമയുണ്ടാകണം. 2, ഞാൻ അങ്ങയുടെ വാഹനത്തിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് എന്നെ ആ രീതിയിൽ വിലയിരുത്താം. ശ്രീ മുഹമ്മദ്, അദ്ദേഹത്തെ എനിക്ക് വിശ്വസിക്കണമെന്നില്ല, ഞാനൊരു ഇസ്ലാം ആകണമെങ്കിൽ. I do not need any personal relationship with that person. ഇനി ഞാൻ ഒരു ഹിന്ദു ആയിരിക്കണമെങ്കിൽ എനിക്ക് ഏതെങ്കിലും ഒരു ദൈവവുമായിട്ട് നേരിട്ട് ബന്ധമൊന്നും, പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാകണമെന്നൊന്നുമില്ല. ഞാൻ ആ സംഹിത വിശ്വസിച്ചാൽ മതി. സാറേ ക്ഷമിക്കണം, ഞാൻ ഈ പറയുന്ന അദ്ദേഹത്തെ ഞാനിങ്ങനെ തട്ടി. ഓക്കെ, നിങ്ങൾ പറഞ്ഞോളൂ. പക്ഷേ ക്രിസ്തു, ഞാനൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ ബൈബിളോ അതിലെ ടീച്ചിങ്ങോ ഫോളോ ചെയ്താൽ ഞാനതാകത്തില്ല. ഞാൻ അദ്ദേഹത്തിനോട് വെച്ച്, പിന്നെ യേശു ക്രിസ്തു എൻ്റെ രക്ഷിതാവും എൻ്റെ കർത്താവുമാണ്, എനിക്ക് വേണ്ടി വ്യക്തിപരമായി അവിടുന്ന് പാപമില്ലാത്ത രക്തം ചിന്തി കല്ലറയെ തുറന്നു, ഓപ്പൺ ടൂം. അത് പറയാൻ ഒന്ന് പോയിട്ട് 1.5 ആളില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. വീണ്ടും ഞാൻ ഓർത്തു, എന്നെ അവിടെ കൊണ്ട് ഇറക്കുന്നതിന് മുമ്പേ ഒരു 1/4 കിലോമീറ്റർ പിന്നിൽ നിർത്തി ഇങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം മുണ്ട് മടക്കി കുത്തുമ്പോൾ എനിക്ക് തോന്നി, ഇവൻ കാലുകൊണ്ട് എന്തെങ്കിലും ചെയ്യാനാണോ, എന്നെ തീവ്രവാദി വല്ലതും ആണോ. ഞാൻ എൻ്റെ ചെറിയ ബ്രീഫ് കേസ് എടുത്ത് എൻ്റെ
ഈ ഭാഗത്ത് ഇങ്ങനെ ഞാൻ കവർ ചെയ്തേച്ച് ഒരു സ്റ്റെപ്പ് ഞാൻ പുറകോട്ടൊന്ന് മാറി നിന്നു. കാരണം ഒരാക്രമണമാണെങ്കിൽ ഒന്നും ചെയ്യാനല്ല, ഒന്ന് ഒഴിയാൻ പറ്റിയാൽ വലിയ കാര്യം, ഇല്ലെങ്കിൽ കർത്താവേ എന്ന് പറഞ്ഞ് അവിടെ നിന്നു. ഇദ്ദേഹം ഒന്ന് രണ്ട് ചോദ്യങ്ങളോട് ചോദിക്കാൻ തയ്യാറായപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് ട്രിവാൻഡ്രത്ത് ചെല്ലേണ്ടതാണ്. എന്നോട് പറഞ്ഞു, സുഹൃത്തെ അവിടെ നിൽക്ക്, ഞാൻ ഈ ചോദിക്കുന്നതിനോട് സമാധാനം പറ. എൻ്റെ കണ്ണ് നിറഞ്ഞു. ഞാൻ കർത്താവിനെ വിളിച്ചു. എനിക്ക് ദൈവം അപ്പോൾ തന്ന ആ മറുപടി എൻ്റെ നാവിൻ തുമ്പിൽ അവനോട് പറഞ്ഞു. ഈ മനുഷ്യൻ എന്നെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചു. ഞാൻ വിചാരിച്ചു ഇനി കൊങ്ങായിക്ക് പിടിച്ച് ഞെക്കാനാണോ എന്ന്. അപ്പോൾ എന്തായാലും ഒന്ന് വിടർത്താൻ വേണ്ടി മുട്ടുതാമ്പ് ഞാൻ ഇങ്ങനെ ഒന്ന് ചേർത്ത് വെച്ചു. ഇത് കൊടുക്കണം, എന്തെങ്കിലും ഞെക്കി കൊല്ലാനാണെങ്കിൽ. പക്ഷേ അവൻ്റെ കണ്ണാടി അവൻ ഊരി, കൂളിംഗ് ഗ്ലാസ് മാറ്റി, കണ്ണുനീരിങ്ങനെ വീഴാൻ തുടങ്ങി. എന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളെപ്പോലെയുള്ളവർ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഞാൻ ഞെട്ടിപ്പോയി. ആരാ? ഞാൻ ഈ പറഞ്ഞ മേഖലയിൽ പശ്ചാത്തലവും ബാക്ക്ഗ്രൗണ്ടും പറഞ്ഞാൽ ഓപ്പണായിട്ട് പറയാൻ പറ്റാത്തത്ര ഉന്നതിയിലുള്ള ഒരാളാണ്. അവൻ സൗദിയിൽ ജോലിക്ക് പോയി. അവിടെ ഇവൻ്റെ സുപ്രീമായിട്ടുള്ള ഒരാൾ, ഒരു മിസ്റ്റർ മാത്യൂസ്, രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതലാണ്. ഇവൻ ഇത് അലർജിയാണ്. അദ്ദേഹം രാവിലെ ഓഫീസ് തുറന്ന് ബൈബിൾ വായിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ജോലിക്ക് കയറും. ഇത് പലപ്പോഴും ഇവൻ കാണുമ്പോൾ ഇവനോട് ആ വൈരാഗ്യം വർദ്ധിച്ചു. ചുരുക്കി ഒറ്റ വാക്കിൽ പറയാം, 3-4 പ്രാവശ്യം അവൻ ചില തെറ്റ് ചെയ്തു. അവിടെ നിന്ന് പിന്നെ ഇത് ചെയ്ത് ഡീപ്പോർട്ട് ചെയ്ത് വിടാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷേ 3 കഴിഞ്ഞ് ക്ഷമിച്ചിട്ട് 4-ാം പ്രാവശ്യം ഈ മാത്യൂസ് ഓഫീസിൽ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, മിസ്റ്റർ, നിങ്ങൾക്കിതിനോടകം മനസ്സിലായല്ലോ, ഞാൻ ഈ 4-ാം പ്രാവശ്യം നിന്നോട് ക്ഷമിക്കുന്നു. ആ ക്ഷമ എൻ്റേതല്ല. ഞാൻ വിശ്വസിക്കുന്ന ഈ പുസ്തകം ബൈബിളും അത് വെളിപ്പെടുത്തുന്ന ക്രിസ്തുവിൻ്റെ ക്ഷമ ഞാൻ നിന്നോട് കാണിക്കുകയാണ്. നീ 3 പ്രാവശ്യം ഈ കമ്പനിക്കെതിരെ പ്രവർത്തിച്ചപ്പോഴും ഞാൻ ക്ഷമിച്ചതും നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ്. എൻ്റെ വീട്ടിൽ പോയി നീ 4-ാം പ്രാവശ്യം ഇത് ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞു. ഇപ്പോൾ ഞാൻ ഓഫീസിൽ നിന്നെ വിളിച്ചത് നിഷ്കരുണം, ഞാനൊന്നും ചെയ്യണ്ട, ഞാനത് എഴുതി സൈൻ ചെയ്യുക, അറബിയോട് പറയുക, ഒന്നും ചെയ്യാനില്ല, ഇന്ന് തന്നെ നീ ഇവിടം വിടും, നീ ആരും അല്ലാതാകും, 5 പൈസ പോലും കമ്പനിയിൽ നിന്ന് കിട്ടത്തില്ല. ഉടനെ അദ്ദേഹം തിരിച്ചുപോയി. കുടിക്കാൻ അവൻ ആഗ്രഹിച്ചു, പക്ഷെ അവന് കുടി വരുന്നില്ല. അവൻ സ്വയം ചിന്തിച്ചു, എന്തായി ക്രിസ്തുവിൻ്റെ ക്ഷമ? ഒറ്റ വാക്കിൽ അവൻ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചു, ബൈബിള് വാങ്ങി, അവധിക്ക് വന്നതാണ്. വീട്ടിൽ വൈകുന്നേരം അവരുടെ പ്രാർത്ഥനയൊക്കെ ഉണ്ട്. അമ്മ അതിനെ നിർബന്ധിക്കും, വീട്ടിലെ ഇളയാളാണ്. പക്ഷെ ആ അവസരം ഇവൻ സ്കിപ്പ് ചെയ്യും. ഇത് പറയാനും അറിയിക്കാനും ഒക്കെയല്ല. എന്നിട്ടൊരു ഉമ്മയും കൂടെ തന്നിട്ട് പറയാ, നിങ്ങൾ പോ. എനിക്ക് തോന്നുന്നു ഞാൻ വേറെ ആരോടെങ്കിലും ഒക്കെ ഇങ്ങനെ ചോദിച്ചാൽ എനിക്ക് വേണ്ട കൃത്യമായൊരു മറുപടി ഇങ്ങനെ ലഭിക്കുമായിരുന്നില്ല. എനിക്ക് കൺഫർമേഷൻ കിട്ടി. യു ഗോ ആസ് മച്ച് ആസ് പോസിബിൾ, ആസ് ലോങ് ആസ് പോസിബിൾ, യു ലിഫ്റ്റ് അപ്പ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ചു. അവൻ എന്നെ യാത്രയാക്കി. ഞാൻ മനസ്സിലാക്കുന്ന സാർ എന്നോട് ആത്മാവിലാണ് ആ ചോദ്യം ചോദിച്ചത്. ഒരു പരിശുദ്ധാത്മാവിൻ്റെ ലീഡിങ്ങിലാണ് ഇത് ചോദിച്ചത്. തൃശ്ശൂർ രാമവർമ്മവർഗം ജുവനൽ ജയിലിൽ 13-കാരനൊരു പയ്യനെ ഞാൻ കണ്ടു. 11 വയസ്സുള്ള ഒരു കൊച്ചിനെ കോഴിക്കോട് ബീച്ചിൽ, അവൻ അവിടുത്തുകാരനാണ്, വിളിച്ചുകൊണ്ട് കൊണ്ടുപോയി അവളെ വേണ്ടാത്തത് ഇവൻ ചെയ്തു.
ആ കൊച്ചു കടന്ന് കയറിയപ്പോൾ അതിൻ്റെ ബ്ലൗസ് വലിച്ചൂരി വായി തരും. ആ കൊച്ചു മരിച്ചുപോയി. അവസാനം അവനവിടം വിട്ടു. ചുരുക്കി പറയാം, പോലീസ് അന്വേഷിച്ചു. അവസാനം ഒരു കൈനോട്ടക്കാരൻ്റെ രീതിയിൽ വന്ന് ഇവനൊരു ചായക്കടയിൽ അകത്ത് പാത്രമൊക്കെ കഴുകുന്ന ഒരു രംഗമാണ്. ഒരു കൈനോട്ടക്കാരൻ ഒരു തത്തമ്മയും കൂളും ഒക്കെ ആയിട്ട് കുറച്ച് ദിവസം ഇവിടെ വന്ന് ചായയൊക്കെ കുടിക്കും. കൈനോട്ടക്കാരൻ പോയി പിറ്റേ ദിവസം ഇവനെ അറസ്റ്റ് ചെയ്തു. CBI ആൾക്കാരാണ് വന്നത്. അവനെ ഇരുമ്പഴിക്കകത്ത് ചങ്ങലയിലിട്ടിരിക്കുക. ഞാൻ ആദ്യ പ്രാവശ്യം സംസാരിച്ചു. അവൻ ഈ ചങ്ങല ഉപയോഗിച്ച് തന്നെ കൈ തട്ടാൻ ശ്രമിച്ചു. കുറേ നാൾ കഴിഞ്ഞ് വീണ്ടും ചെന്ന് സംസാരിച്ചു. അവനൊരല്പം മയം, അന്ന് തുപ്പുകയോ മറ്റോ ചെയ്യും. മൂന്നാം പ്രാവശ്യം സംസാരിച്ചു. അവന് ഭയങ്കര മാറ്റം. ചുരുക്കി പറയാം, അവൻ യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. അവൻ്റെ നല്ല നടപ്പ് കണ്ട് നമ്മുടെ ഒരു സഹോദരൻ, ബിസിനസ്സുകാരനാണ്, അദ്ദേഹം പറഞ്ഞു, ഞാൻ കൊണ്ടുപോയി അവന് ജോലി ചെയ്തോളാം, നല്ലവനായിട്ട് ജീവിക്കും. അവൻ വെളിയിലിറങ്ങി. അപ്പോൾ സാർ എന്നോട് ചോദിച്ച ചോദ്യം, എന്തുകൊണ്ട് ക്രിസ്തുവിനെ സുവിശേഷത്തെ, നിർമ്മല സുവിശേഷത്തെ അറിയിക്കണം? ഞാൻ 2 ദൃഷ്ടാന്തങ്ങളാണ് സാറിന് അതിന് മറുപടിയായിട്ട് പറഞ്ഞത്. ഞാൻ വിശ്വസിക്കുന്നു ഇത് ധാരാളം മതി. പ്രായം കുറവോ, 95 വയസ്സുണ്ടോ, ചെറുപ്പക്കാരാണോ, പശ്ചാത്തലം എന്തുമാകട്ടെ, മനുഷ്യൻ ഇന്നിൻ്റെ അക്കാലത്തെ ആവശ്യം അവൻ്റെ ആത്മരക്ഷ ആയതുകൊണ്ട് ക്രിസ്തുവിനെ അറിയിക്കേണ്ടതുപോലെ അറിയിക്കുക. കഴുത്തിൽ നിന്ന് അല്ലെങ്കിൽ മൂക്കിൽ നിന്ന് ജീവശ്വാസം പോകുന്നത് വരെ അത് അങ്ങേയറ്റം നിത്യതയോടുള്ള ബന്ധത്തിലും ഒരനിവാര്യതയാണ്. മറ്റൊരു മറുമരുന്ന് ഇല്ല. ഓക്കെ, ഇനി എന്താണ് സാറിൻ്റെ ഭാവി പദ്ധതികളൊക്കെ എന്താണ്? പുതിയ പ്രൊജക്റ്റുകൾ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളോട് ചെയ്യണം? നമ്മുടെയൊക്കെ ആയുസ് വളരെ ചുരുങ്ങിയതാണ്, 70-80 വയസ്സ്. ബൈബിൾ പ്രകാരം 70 സംവത്സരം, ഏറെയാൽ 80. ഈ കാലഘട്ടങ്ങളിൽ ഇനി എന്താണ് സുവിശേഷ വേലകൾക്ക് വേണ്ടി അല്ലെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാൻ സാറിൻ്റെ മനസ്സിൽ, പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്? ക്രമീകൃത ദൈവവചന പഠനം ദൈവമക്കൾക്ക് അത് സഭാവ്യത്യാസമന്യേ തികച്ചും അനിവാര്യതയാണ്. അങ്ങേയറ്റം ആ കാര്യങ്ങളിൽ ഇത്രയും വർഷത്തെ ഈ വചന അഭ്യസനം, ചെറിയ ചെറിയ ബൈബിൾ സ്കൂൾ, അതുകൊണ്ട് അത് ആഴമായി ഹൃദയത്തിൽ ബോധ്യമായ ഒരു കാര്യമാണ്. അപ്പോൾ സിസ്റ്റമാറ്റിക് തിയോളജിയുടെ തന്നെ എല്ലാ ഭാഗങ്ങളും പഠിപ്പിക്കാൻ വേണ്ടി ഇംഗ്ലീഷിലൊക്കെ ആക്കി ഒക്കെ കഴിഞ്ഞപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ, ഒഡീഷ പോലെയുള്ള സ്ഥലങ്ങളിൽ ഇതിൻ്റെ 4-1, 100-1 പോലുമില്ല. അപ്പോൾ ഈ പഠിച്ചു പോയ കുഞ്ഞുങ്ങളെയൊക്കെ ചേർത്ത് ബീഹാർ, ഒറീസ ആ മേഖലകളിൽ ഏറ്റവും ലളിതമായി 4-5 ദിവസം ഒരു സ്ഥലത്ത് പോയി അടുത്തുള്ള 10-15-20 ചർച്ചസിന് ചെറുപ്പക്കാരെ കൊണ്ടുവന്ന് നമ്മൾ ഈ ഇവരിവിടെ പഠിച്ചു പോയവരാണല്ലോ, അവർ തന്നെ അവരുടെ ഭാഷയിൽ ടീച്ച് ചെയ്യട്ടെ. പക്ഷെ ആ മെറ്റീരിയൽസ് വളരെ ലളിതമാക്കി അത് ഒന്ന് ചെയ്യുക എന്നത് കുറേ നാളുകളായിട്ട് മനസ്സിലുണ്ട്. എന്നാൽ 2 വർഷമായിട്ട് ബിബ്ലിയ ഇൻ്റർനാഷണൽ, ഡോക്ടർ OJ ജോൺ സാറ്, മിസ്റ്റർ MB ബാബു കല്ലിശ്ശേരി, ഇവരെല്ലാം അതിൻ്റെ പിന്നാമ്പുറത്തുണ്ട്. അതിലൂടെ ഒരു 10-20 പേരെ ഈ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ഓൺലൈൻ ട്രെയിനിങ് കൊടുത്ത്, അതായത് ഈവൻ ചെറിയ ചെറിയ ദൈവദാസന്മാർ, സുവിശേഷ വേലക്കാർ, അവരുടെ ഭാര്യമാർ, ഒരു സാധാരണ ഫോർമൽ ട്രെയിനിങ്ങിന് പോകാൻ കഴിയാത്തവർ, അവർക്ക് പ്രയോജനപ്രദമാകുമാറ് ഈ ഒരു ശുശ്രൂഷ ഇപ്പോൾ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ തന്നെ മറ്റ് സഹോദരന്മാരോട് ചേർന്ന് പുതിയ സ്ഥലങ്ങളിൽ പോയി സുവിശേഷം അറിയിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത് സ്ഥലസഭാ രൂപീകരണം വേണം. ആ ലക്ഷ്യത്തിൽ പ്രാർത്ഥനയോടെ അധ്വാനിച്ചു വരുന്നുണ്ട്. എന്നാൽ വേഗത്തിൽ ഇനി സമയം തീരുന്നത് കൊണ്ടും ചില കാര്യങ്ങളോട് മരിച്ചാൽ പിന്നീട് സമയം, കർത്താവിൻ്റെ വരവിന് താമസമുണ്ടെങ്കിൽ തലമുറയ്ക്ക് വേണ്ടി
ചിലതുകൂടെ ഇപ്പോൾ ഇവൻ സാറ്, എസക്കേൽ സാറ്, പാസ്റ്റർ PD ജോൺസൺ, ഇവരൊക്കെ ഇന്നും ജീവിക്കുന്നു. എങ്ങനെയാ അവരുടെ PN സക്കറിയ സാർ അവരുടെ എഴുത്തുകളിലൂടെയാണ്. അപ്പോൾ അത് ഒരു അല്പസ്വല്പം കൂടെ സാധിക്കണം. കേവലം എഴുതാനും പേരിനും പെരുമയ്ക്കുമല്ല, സംതിങ് സോളിഡ്. ആ ഒരു ദർശനബോധമുണ്ട്. പിന്നെ കൂടുതലും തമിഴ്നാട് വടക്കേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന ആ ലക്ഷ്യത്തിൽ തന്നെയാണ് മുമ്പോട്ട് വരുന്നത്. എന്നാൽ ഇന്നത്തെ സാഹചര്യം ഒരല്പം ബുദ്ധിമുട്ടേറിയതാണ് എന്ന് വരുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇതര സംസ്ഥാനങ്ങൾ വിസിറ്റ് ചെയ്യാറുണ്ട്. അവിടെയുള്ള ദൈവമക്കളെ കാണാറുണ്ട്. ആ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. പൊതുവെ ഈ പുതുതായി സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്ന സുവിശേഷ പ്രവർത്തകരോടും അതോടൊപ്പം പുതുതായി വിശ്വാസത്തിലേക്ക് വരുന്ന ആളുകളോടും എന്താണ് സാറിനൊരു സന്ദേശം പറയാനായിട്ട്? ഒരു ചെറുപ്പക്കാരൻ, ഞാൻ തന്നെ അവനെ പ്രോത്സാഹിപ്പിച്ച് കോയമ്പത്തൂർ വിട്ട് അഭ്യസിപ്പിച്ചിട്ടുണ്ട്. അവനിവിടെ BTH ഒക്കെ കഴിഞ്ഞ് MDിന് വേണ്ടി ഞാൻ ഒന്ന് റെക്കമെൻഡ് ചെയ്തൊരു ഓക്കെ പോയിട്ടൊക്കെ കഴിഞ്ഞ് വന്ന് എന്നോട് പറഞ്ഞു, ഞാൻ BDയും MDയും ഒക്കെ എടുത്തു. ഓക്കെ, അപ്പോൾ ആ ഭാവവും രീതിയും കണ്ടപ്പോൾ ഞാനൊന്ന് മൗനം പാലിച്ചു. അന്നേരം ഉടനടി റിപ്ലൈ പറഞ്ഞാൽ അവനത് ഉൾക്കൊള്ളുമോ? ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് എന്തായാലും ഇവൻ പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പം തന്നെ അതിൻ്റെ അവസരം. അവനെങ്ങനെ നെഗറ്റീവായിട്ട് എടുത്താലും ദൈവാത്മാവിൽ ആശ്രയിച്ച് പറയണമല്ലോ. ഞാൻ പറഞ്ഞു, മോനെ ഇനി വന്നേ, ഞാനൊരു കാര്യം പറയാം, മോനതെങ്ങനെ എടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മോനെ പഠിച്ചു, ഇനിയും പഠിക്കണം. നീ THDയോ PhDയോ ഡബിൾ PhDയോ എടുക്കണം. അത് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ബട്ട് ഞാൻ ഈ പറയുന്ന കാര്യം മനസ്സിൻ്റെ ഏതെങ്കിലും കോണിൽ കോറിയിടണം. ദൈവത്തിന് പ്രയോജനമുള്ള ഒരു ദാസനായി ഭൃത്യനായി ദൈവം മോനെ വാർത്തെടുക്കണമെങ്കിൽ ഈ ഡിഗ്രിയോ സർട്ടിഫിക്കറ്റോ പ്രാവീണ്യമോ ഗ്രീക്കോ ഹീബ്രുവോ ഒന്നും അല്ല. പിന്നെ ദൈവം മോൻ്റെ ജീവിതത്തിൽ കുടുംബമായിട്ടോ വ്യക്തിപരമായിട്ടോ കഷ്ടതയുടെ താഴ്വീതിയിലൂടെ കടത്തി വരുന്ന ഒരു പീരിയഡ് വരും. അത് 2, 3, 4, 5, 6, 7 അവിടെ മോഡമെല്ലാം പോയി ഊതി ശുദ്ധം ചെയ്യുമ്പോൾ പൊന്ന് സ്ഫുടം ചെയ്ത് ഈ പണിക്കാരൻ്റെ സ്വർണ്ണപ്പണിക്കാരൻ്റെ ഇമേജ് അതിൽ പ്രതിബിംബിക്കുന്നു എന്ന് തോന്നുന്ന ഒരു രംഗത്താണ് പഴയ കാലത്ത് അവർ ഈ ശുദ്ധീകരണ പ്രക്രിയ അവസാനിപ്പിക്കുന്നു. അവൻ അന്നത് മനസ്സിലായില്ല. പക്ഷെ അവൻ്റെ കുടുംബജീവിതത്തിൽ ദൈവം ശോധന കൊടുത്തു. വളരെ കഷ്ടതയിലൂടെ 7-8 വർഷം കടന്നുപോയി. ആ അനുഭവം അവനെ സ്ഫുടം ചെയ്തു, ശുദ്ധിയുള്ളവനാക്കി. ആ കഷ്ടത മറ്റുള്ള ദൈവമക്കളൊക്കെ അവനെ അറിയാനും അവന് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ മുഖാന്തരമായി, ഭൗമികമായും ഒക്കെ ദൈവം അതുകൊണ്ട് തീരെ നിവൃത്തിയില്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ നിന്ന് 10 ദൈവമക്കളെയൊക്കെ അറിഞ്ഞ് കൈത്താങ്ങാനും കൂട്ടായ്മ കൊടുക്കാനും ഒക്കെ ആയപ്പോൾ ഇന്ന് അവൻ ശുശ്രൂഷയിൽ ശോഭിക്കുന്നു. അത് ദൈവമക്കളോടുള്ള ബന്ധത്തിൽ, പുതുതായി വേലയ്ക്ക് വിശ്വസിച്ച് വരുന്നവരോടുള്ള ബന്ധത്തിൽ ഒറ്റ വാക്കാണ് പറയാനുള്ളത്. ഉപരിപ്ലവമായ ചില കാര്യങ്ങളിൽ കണ്ണു നട്ട് കർത്താവിനെ വിശ്വസിച്ച് ഞാനും ഇറങ്ങുന്നു എന്ന് പറഞ്ഞ ഒരു രംഗമുണ്ട്. അപൂർവമായിട്ടെങ്കിലും. സാർ അതിനോട് യോജിക്കുമോ? സാറിൻ്റെ അനുഭവം വളരെ ഉള്ളതുകൊണ്ട് നാട്ടിലും വടക്കേ ഇന്ത്യൻ ഫീൽഡിലും സാറ് നിൽക്കുന്നത് കൊണ്ട് ഇത് മനസ്സിലാകും. അപ്പോൾ പുതുതായി വിശ്വാസത്തിലേക്ക് വരുന്ന ഒരാളെ സംബന്ധിച്ച് ഒന്ന്, ആത്മരക്ഷ എന്ന വിഷയത്തിലൊന്ന് ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ കർത്താവിൻ്റെ അബണ്ടൻ്റ് ലൈഫ്, സമൃദ്ധമായ ജീവനിലേക്കുള്ള വളർച്ച പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടും വചനത്തിൽ ഊന്നി അല്ലാതെ, ഞാൻ ഈയിടെയും പറഞ്ഞു, ഒരാളോട് പറഞ്ഞു, വചനത്തിൽ താങ്കൾ ഉറയ്ക്കുന്നില്ലേ? നിങ്ങൾ 15 വർഷം ഇങ്ങനെ ഉപരിപ്ലവമായ
സൂപ്പർഫിഷ്യൽ ഒരു വൈബ്രൻസിയിൽ ഇങ്ങനെ നിൽക്കും. അതെ 11ാം വർഷം മറ്റവൻ നമ്മളെക്കാൾ വിദഗ്ധനാണ്. അതെ അവൻ ആദാം മുതൽ നാണം കെട്ട് ഇന്നും പ്രവർത്തിക്കുക. അതെ എൻ്റെ തല തകർന്നു, പക്ഷെ വാലിട്ടടിച്ച് കർത്താവിൻ്റെ കരുണ നിമിത്തം അവനും ഒരു സൃഷ്ടി ആയതുകൊണ്ട് ഒരു അല്പകാലം ദൈവം തൻ്റെ കരുണയിൽ അവനെ അനുവദിച്ചിരിക്കുമ്പോൾ അവന് നാണമില്ല, വലിച്ച് താഴെയിടും. 2 ways. ഒറ്റ ഒന്നിന് മൂക്ക് കുത്തിക്കും, ഒന്നുകിൽ ഫ്രണ്ടിൽ, അല്ലെങ്കിൽ നിന്നെ മുന്നോട്ട് പോകാൻ അനുവദിച്ച് പുറകുന്ന ഒരൊറ്റ വലിക്ക് താഴെയിടും. എന്താ വേണ്ടത്? പുതിയതായി വിശ്വാസത്തിലേക്ക് വരുന്നവർ വചനത്തിൻ്റെ അടിസ്ഥാന സത്യത്തിൽ ഉറച്ചാൽ ജീവിതത്തിൻ്റെ വെല്ലുവിളിയിലും ഇനി ആത്മീയ മണ്ഡലത്തിൽ ഒറ്റപ്പെടലുകൾ വരും. അന്നെങ്ങനെ വിശ്വാസത്തിൽ നിൽക്കും? എബ്രായർ 11 ഒറ്റ വെട്ടിന് 2 വാള് മുറിച്ചപ്പോൾ തല കാണിച്ചു കൊടുത്ത വിശ്വാസവീരന്മാരുണ്ട്. പക്ഷേ തുണി ഉടുക്കാനില്ലാതെ പട്ടിയെപ്പോലെ കല്ലെറിഞ്ഞപ്പോൾ ജടയാടിൻ്റെയും കോലാടിൻ്റെയും തോലും ധരിച്ച് ഗുഹകളിൽ പോയി പാർത്ത് ഉറക്കളച്ച് റിച്ചാർഡ് ഉംബ്രാണ്ടിനെ പോലെ കഷ്ടം സഹിച്ചു മരിച്ച വിശ്വാസവീരന്മാരുണ്ട്. പ്രഭാഷണ രംഗത്ത് പലരും ഈ 2ാം നിരക്കാരെ ചൂണ്ടിക്കാണിക്കാറില്ല. എബ്രായർ 11 2ാം ഭാഗം മുഴുവനും പകുതി വിശ്വാസത്തിന് നിന്നു. വീര്യം അവർ പ്രവർത്തിക്കാൻ ദൈവം അവരുടെ ജീവിതത്തിന് അനുവദിച്ചു. ചങ്കടൽ പിളർന്നു, അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തു, വാളിൻ്റെ വായ്ക്ക് തെറ്റി. പക്ഷേ മറ്റേതെന്താ പറയാത്തത്? അപ്പോൾ എങ്ങനെ നിൽക്കും? ഈശാനമൂലൻ, ജിബ്രാൾട്ടർ പാറ എന്നൊക്കെ പാടാറുണ്ട്, പറയാറുണ്ട്. അപ്പോൾ എങ്ങനെ നിൽക്കും? ഒറ്റ വിഷയത്തിലേ ഉള്ളൂ, വചനത്തിൽ ഉറയ്ക്കുക, അല്ലെങ്കിൽ പാതറിപ്പോൾ. സാറ് ചോദിച്ച 2 ചോദ്യം, പുതുതായി വിശ്വാസത്തിലേക്ക് വരുന്നവരോട് എന്ത് പറയാനുണ്ട്, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പുതുതായി മുന്നോട്ട് വരുന്നവരോട് എന്ത് പറയാനുണ്ട്, ആ 2 കാര്യവുമായി എന്ന് ഞാൻ കരുതും. താങ്ക് യു സാർ. ഇനി എന്തെങ്കിലും സാറിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് പൊതുജനം അറിയണം ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ? പൊതുവേ നമ്മൾ ഈ ഒരു ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുമ്പോൾ ഇന്ന കാര്യങ്ങളോട് എനിക്ക് ഒന്ന് കൂട്ടി യോജിപ്പിച്ചാൽ കൊള്ളാമായിരുന്നു എന്ന് അങ്ങനെ യോജിപ്പിക്കുമ്പോൾ നമ്മുടെ അനുഭവസാക്ഷ്യം ഒന്ന് പൂർത്തിയാകും. പ്രത്യേകിച്ച് സാറിന് സ്വന്തമായിട്ട് വീടോ ഭവനങ്ങളോ ഒന്നും ഇല്ലായിരുന്നു, വളരെ ദീർഘവർഷങ്ങൾ വാടകയ്ക്കായിരുന്നു. അപ്പോൾ മനോഹരമായൊരു ഭവനം ദൈവം തന്നു, മറ്റു പല സാഹചര്യങ്ങൾ തന്നു. അപ്പോൾ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലും മറ്റുള്ളവരുടെ ആത്മീയ പ്രചോദനത്തിന് വേണ്ടി പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടോ? കർത്താവ് ഇത്രയും കാലം മുമ്പോട്ട് നടത്തിയപ്പോൾ ഒരു ഒറ്റ വാക്കിൽ പറയാം, ഇന്നിപ്പോൾ പേനാത്തുമ്പല്ല, ഇപ്പോൾ മീഡിയ കയ്യിലിരിക്കുന്ന മൊബൈലിലൂടെ, വാട്സാപ്പ്, മറ്റ് സന്ദേശങ്ങളിലൂടെ ഇൻ്റർനാഷണൽ ലെവലിൽ നമുക്ക് ബന്ധപ്പെടാൻ, കോണ്ടാക്റ്റ് ചെയ്യാം. എന്നാൽ വിശ്വാസ ജീവിതത്തിൻ്റെ പ്രാരംഭം മുതൽ ഒരു ആവശ്യം തൊട്ടടുത്ത ഒരാളോട് പോലും പറയണം, അല്ലെങ്കിൽ ഒന്ന് റിക്വസ്റ്റ് ചെയ്യണം, അതൊരു വിഷമമായിട്ട് കർത്താവുള്ളിൽ തോന്നിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇന്ന പോലെ ഉണ്ടെന്നൊന്നും അടുത്ത ഇല്ല അങ്ങനെ പറയുന്നതൊരു. അതുകൊണ്ട് ഒരിക്കൽ ഒരു നമ്മുടെ നിന്ന സഭയിലെ ചിലർ പോലും ചോദിച്ചു, ഒന്നും പറയാറില്ല, അല്ലെ ഒന്നും പറയാറില്ല, അറിയാറില്ല, അറിയിക്കാറില്ല. നാളുകൾ മുമ്പോട്ട് പോയി 28 വർഷം പിന്നിടുമ്പോഴാണ് നെല്ലിപ്പല കണ്ടൊരു വീടിൻ്റെ കാര്യം ആവശ്യമാണ് എന്ന ബോധ്യത്തിൽ മുമ്പോട്ട് വരികയും അത് സഭയിൽ അറിയിക്കുകയും ചെയ്തു. സഭ ആ കാര്യം പ്രാർത്ഥനയോടെ അതിനുവേണ്ടി ആഗ്രഹിക്കുകയും ഒരുങ്ങുകയും ചെയ്തു. ദൈവത്തിന് നന്ദി. പലരും പ്രാർത്ഥിച്ചു, സഹകരിച്ചു, ഒരുപാട് നന്ദിയുണ്ട്. എന്നാൽ അതുകൊണ്ടാണ് സാർ ആ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മളുടേതായി എന്തെങ്കിലും ഒന്ന്, അത് ബാക്കി അനവധി കാര്യങ്ങളുണ്ട്, ഇപ്പോഴും ഉണ്ട്, തലമുറയുടെ വിഷയമുണ്ട്, ആത്മീക ശുശ്രൂഷയുണ്ട്. നമുക്കറിയാമല്ലോ നാട്ടിലെ ഒരു പ്രത്യേകത, അങ്ങേക്കുണ്ടെങ്കിൽ എനിക്കുണ്ട്, എനിക്കുണ്ടെങ്കിൽ അങ്ങേക്കുണ്ട്, അങ്ങേക്ക് അങ്ങയുടെ കാര്യം, എനിക്ക് എൻ്റെ കാര്യം. ഈ ഒരു മനോഭാവം അനേകരിലുള്ളപ്പോൾ തന്നെ വിശ്വാസത്തിൽ ജീവിക്കുക, കർത്താവ് വഴി നടത്തും എന്നത് ഓർക്കുമ്പോൾ അതിൽ ആശ്രയിച്ച് മുന്നോട്ട് പോവുകയാണ് പലതും
ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും തുറന്നു പറയാൻ മാനുഷികമായി ആഗ്രഹിക്കുന്നില്ല. ദൈവകരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു. സാറിന് ഒരുപാട് നന്ദി. ഓക്കെ, സാറിൻ്റെ വിശ്വാസികളെക്കുറിച്ചും ഇപ്പം ഒരു സഭയുണ്ടല്ലോ, ആ സഭയിലെ വിശ്വാസികളെക്കുറിച്ചും ഒന്ന് രണ്ട് വാക്കുകൾ പറയാമോ? അവരുടെ ഒരു സഹകരണം, അവർ ആത്മീയ പ്രവർത്തനങ്ങൾ, കൂട്ടായ്മ, ഉൾപ്പെട്ട് നിൽക്കുന്ന സഭ. ഞാൻ മനസ്സിലാക്കുന്നത് ബ്രദറൻ സഭ. അപ്പോൾ ആ വിശ്വാസികളെക്കുറിച്ചും കൂടെ ഒരു വാക്ക് ഒന്ന് പറയാമോ? സാറേ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ദൈവം തല്ലിത്തിരിച്ചു കൊണ്ടുവന്ന വഴികളാണ് ഇന്നലകളിൽ സംഭവിച്ചത്. അതെ, നമ്മളുടെ ചോയ്സ് അല്ലായിരുന്നു. എരുമേലി എന്ന സ്ഥലത്ത് ജീവിച്ച് മൂത്ത മകൾക്ക് 3 വയസ്സുള്ളപ്പോൾ എൻ്റെ ജ്യേഷ്ഠത്തിയുടെ മകൻ അന്ന് കുമ്പനാട് ഇംഗ്ലീഷ് റെസിഡൻഷ്യൽ ബ്രദറൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുക. പന്ത് കളിക്കുന്ന കൂട്ടത്തിൽ കൂട്ടുകാരൻ, ഇവൻ ഗോളിയോ മറ്റോ ആയിരുന്നു, പന്ത് കുനിഞ്ഞെടുക്കുക, അവൻ ആ പന്ത് അടിച്ച് കാലുകൊണ്ട്. അപ്പോൾ കണ്ണിൽ വന്നുകൊണ്ടു. അത് പെട്ടെന്ന് മെഡിക്കൽ മിഷനിൽ വന്നപ്പോഴും കൊല്ലത്തെ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ആ ബന്ധത്തിൽ ഇവൻ പറഞ്ഞു, ഇനി ഞാൻ ആ ഹോസ്റ്റലിൽ പോയി നിന്ന് പഠിക്കുകയല്ല, എന്താ ചെയ്യണ്ടേ, ഞാൻ അവിടോട്ട് പോകത്തില്ല. അത് ആ ഭാഗമെല്ലാം ഭേദമായി. അപ്പോൾ പെട്ടെന്ന് എൻ്റെ വൈഫിൻ്റെ പിതാവ്, എന്നാൽ ഞങ്ങൾ ഇങ്ങോട്ട് വാ, കുമ്മനാടൊരു വീടെടുത്തു, അവിടെ താമസിച്ചു. ആ സമയത്ത് അവിടെയുള്ള സഭയോട് ചേർന്നു. അപ്പോഴാണ് ഞാൻ അവിടെ പഠിച്ച ആളായതുകൊണ്ട് അവർ പറഞ്ഞു, സഹോദരന് പ്രത്യേകിച്ചൊരു കമൻഡേഷൻ ലെറ്റർ ഒന്നും ഞങ്ങളുടെ മുമ്പിൽ വേണ്ട, യു ക്യാൻ ഫ്രീലി ജോയിൻ വിത്ത് അസ്. അന്നാണ് ആദ്യമായിട്ട് അവർ കൺവെൻഷൻ വന്നപ്പോൾ ഒരു ദൈവദാസന് തൊണ്ടയ്ക്ക് നല്ല ശബ്ദം കുറവുണ്ട്. അദ്ദേഹം എൻ്റെ അധ്യാപകൻ കൂടെയാണ്. ഇദ്ദേഹം പറഞ്ഞു, അയ്യോ ഈ ആൾ ഇവിടെ ഉണ്ടോ, എന്നാൽ പിന്നെ ഞാൻ ഇന്നിനെ ഇംഗ്ലീഷിൽ പ്രസംഗിക്കും, പുള്ളി ട്രാൻസ്ലേറ്റ് ചെയ്യും, ഞാൻ പെതുക്കെ എന്ന് പറഞ്ഞാൽ മതിയല്ലോ, എനിക്കൊരു ആശ്വാസമാകും, നാളെയും മറ്റന്നാളും ഒക്കെ അങ്ങനെ അങ്ങോട്ട് പോട്ടെ. അങ്ങനെ ആദ്യമായിട്ട് ഒരു ട്രാൻസ്ലേഷന് ഒരു മഹാ ജനറൽ കൺവെൻഷനിൽ അങ്ങനെ ഒരു അവസരം ഉണ്ടായി. അവിടെ മുതലൊരു 14 വർഷം അത് തുടർന്നു. അതെല്ലാം പോട്ടെ. അപ്പോൾ അത് വൈഡർ സർക്കിളിൽ ദൈവജനം അറിയാനായിട്ടൊരു മുഖാന്തരം വരും. അങ്ങനെ അനേക ഇടങ്ങളിൽ പലരും അറിയാനും അന്ന് മുതൽ അതിനുശേഷം ഇവിടെ വന്നപ്പോഴും ഇവിടുത്തെ ഒരു പിതാവുണ്ടായിരുന്നു, മിസ്റ്റർ PV ജോർജ് അച്ഛൻ കടന്നുപോയി. അതുപോലെ ഒത്തിരി പിതാക്കന്മാർ, D തോമസ്, അതുപോലെ പുതുക്കേരിലൊരു ഹെൽത്ത് ബേബിച്ചായൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒത്തിരി പ്രോത്സാഹനങ്ങൾ ആ നാളുകളിൽ നിർലോഭം. ആത്മീയ ശുശ്രൂഷയെ ഇന്നും പ്രാർത്ഥിക്കുന്ന, സ്നേഹിക്കുന്ന, കരുതുന്ന ഒരു സ്ഥലം സഭ. അവർ പുറകിലുള്ളതുകൊണ്ടാണല്ലോ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. തീർച്ചയായും അവരെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നെ വൈഡർ സർക്കിളിൽ ഉള്ള ദൈവമക്കളും. താങ്ക് യു. ഓക്കെ, നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് ഇന്നത്തെ ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാം. സാർ പ്രാർത്ഥിക്കും. തീർച്ചയായിട്ടും UP-യിൽ വളരെ ആത്മഭാരത്തോടെ കർത്താവിൻ്റെ വേല ചെയ്യുമ്പോൾ തന്നെ മലയാളക്കരയിൽ മലയാള ഭാഷയാണ് മാതൃഭാഷ എന്ന നിലയിൽ ഒട്ടേറെ അല്പമെങ്കിലും ദൈവത്തിന് പ്രയോജനപ്പെടുന്നവർ, അപ്പോൾ തന്നെ പരക്കെ അറിയപ്പെടാത്തവരും ഒതുങ്ങിക്കൂടിയൊക്കെ കഴിയുന്ന ചിലരെ ചില പോക്കറ്റുകളിൽ കോണുകളിൽ ചെന്ന് കണ്ടെത്തി അവരുടെ ഹൃദയമൊന്ന് തുറക്കാൻ മറ്റു ചില ദൈവമക്കൾ അറിഞ്ഞു കേട്ട് കണ്ട് മനസ്സിലാക്കി പ്രാർത്ഥിക്കാൻ അങ്ങ് ദൈവത്താൽ ലഭ്യമായ ഒരു ദർശനബോധത്തോടെ തുടരുന്ന ഈ ശുശ്രൂഷ ആവോളം തുടരട്ടെ. ഇതിൻ്റെ ബന്ധപ്പാടും വളരെ ആണെന്നറിയാം. UP-യിൽ ചുവടുറച്ച് ഫാമിലി അവിടെ ആയിരിക്കുമ്പോൾ ഒരു അല്പം നിമിഷങ്ങളോ നാളുകളോ ആണ് മലയാളക്കരയിൽ പാദം ചവിട്ടുന്നത്. പക്ഷെ അത് ഇത്ര ക്രമീകൃതമായി മുന്നോട്ട് പോകാൻ ഈ നന്നേ ചെറുപ്പത്തിൽ ഒരു വീക്ഷണ ബോധത്തോടെ സാറ് അതിന് തയ്യാറാകുന്നു. ഇതുപോലും മറ്റൊരു ലക്ഷ്യത്തിൽ ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ
ഓരോ പ്രക്ഷേപണങ്ങളും നമുക്ക് ബോധ്യം തരും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇവിടെ വന്നെത്തി നിൽക്കുന്ന ഈ യാത്ര ഇനി 2025 ഒടുവിലത്തെ വിനാഴികയിൽ പുത്തൻ വഴിത്താര ചാലുകൾ കീറി ദൈവം ആശീർവദിക്കുന്ന ഒരു പുരോഗതി, ഒരു വളർച്ച, ദർശനത്തിലൂന്നി നിന്ന് ദൈവം ഇതൊരു നാൽക്കവലയിൽ നിന്ന് വഴിത്തിരിവുകളായി ദൈവം ഉപയോഗിക്കട്ടെ. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹൃദയാത്മന സകല നന്ദിയും മാനുഷികമായി പറയുന്നു. എല്ലാ മഹത്വവും കർത്താവിന്. സ്വർഗീയ പിതാവേ, അവിടുത്തെ ഓമന പുത്രനും അടിയങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ ക്രിസ്തുയേശുവിന് വേണ്ടി അങ്ങയെ സ്തുതിക്കുന്നു. അവനെ തരുവാൻ അങ്ങേക്ക് പ്രസാദമായി, ഞങ്ങൾക്ക് പകരമായി അവനെ നിർത്തുവാൻ അങ്ങേക്ക് ഇഷ്ടം തോന്നി. അല്ല, തകർത്ത് കളയുവാൻ ദൈവം പ്രസാദിച്ചു. ആ ജീവൻ്റെ രക്തം ഞങ്ങളുടെ ആത്മജീവന ഹേതുവായി. ജീവിതത്തിൻ്റെ വഴിത്താരയിൽ വ്യത്യസ്തമായ പാന്താവുകളിലൊക്കെ കാലിളറിപ്പോയ അടിയങ്ങളെ ക്രിസ്തുവിൽ അവിടുന്ന് ഒരുമിപ്പിച്ചു. ഈ അനന്തജീവൻ്റെ അവകാശികളാക്കി ക്രിസ്തുവിനെ പേർന്ന കഴുതകളായി അങ്ങയുടെ നിന്ന ചുമക്കുവാൻ കാലാകാലങ്ങളിൽ വിളിച്ചു. ആക്കി വച്ചിരിക്കുന്ന സ്ഥാനങ്ങളിൽ പോരാട്ടങ്ങൾ, വെല്ലുവിളികൾ, വൈതരണികൾ, നെഞ്ചകത്തിന് നേരെ തിരകൾ ഉയർത്തി എതിരായി വരുന്ന നൊമ്പര അനുഭവങ്ങൾ, വൈരുദ്ധ്യങ്ങൾ, ഇവയുടെയൊക്കെ മധ്യത്തിൽ പതറിപ്പോകാതെ സ്ഥായിയായി നിലനിൽക്കുവാൻ യുഗങ്ങളുടെ പാറയായവനെ അങ്ങയുടെ കൃപ നൽകി പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളുടെ ഉള്ളിൽ അധിവാസം ചെയ്ത് ഞങ്ങളെ സത്യത്തിൽ വഴി നടത്തി വീട്ടിലെത്തുവോളം ചുമക്കുന്ന നല്ല ഇടയനായ അങ്ങ് കൂടെയുള്ളത് കൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ ശരീരങ്ങൾ മൺമറഞ്ഞാലും ഞങ്ങളെ മുദ്രയിട്ടിരിക്കുന്ന, അച്ചാരം തന്നിരിക്കുന്ന, അഭിഷേകം ചെയ്തിരിക്കുന്ന പരിശുദ്ധാത്മാവ് അവിടുത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കുന്നില്ല. ഞങ്ങളുടെ മർത്യ ശരീരങ്ങളെ ദ്രവത്വമില്ലാത്ത അവസ്ഥയിൽ ഉയിർപ്പിച്ച് തേജോപുഞ്ചങ്ങളായി ക്രിസ്തുവിൻ്റെ തേജസ് ധരിച്ച് ആ കർത്താവിൻ്റെ മുമ്പിൽ നിർത്തുന്നത് വരെ പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ ഞങ്ങളോടുള്ള ബന്ധത്തിൽ അവസാനിക്കുന്നില്ലല്ലോ. അവിടുത്തെ ദാസനെയും സേവനങ്ങളെയും അനുഗ്രഹിക്കണമേ. എളിയവരായ അടിയങ്ങളുടെ ഭവന അങ്കണത്തിലും എത്തി ഈ ശുശ്രൂഷ ഇങ്ങനെ നിർവഹിപ്പാൻ ദൈവം തന്ന കൃപയ്ക്കും ഭാഗ്യത്തിനുമായി സ്തോത്രം. മഹത്വം അങ്ങേക്ക്. തുടർന്നും തിരുനാമം ഈ മഹത്വമേറിയ ശുശ്രൂഷയിലൂടെ ഉയർത്തപ്പെടുവാൻ സംഗതിയാക്കണമേ. ഒരുമിച്ച് അനുഗ്രഹിച്ചാട്ടെ. സകല നന്മകൾക്കായി അങ്ങേക്ക് നന്ദി കരയറ്റുന്നു. ന്യൂനതകൾ അടിയങ്ങളോട് പൊറുക്കണമേ, വരവിനായി ഒരുക്കണം. ക്രിസ്തുയേശുവിൻ പരിശുദ്ധ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇത്രയും സമയം തൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് പങ്കുവയ്ക്കുവാൻ പ്രിയ കർത്താവിൻ്റെ ദാസനെ ദൈവം ഉപയോഗിച്ചോർത്ത് സ്തോത്രം ചെയ്യുന്നു. കൂടുതലായിട്ട് ദൈവം സഹായിക്കട്ടെ. ഈ ചാനലിന് വേണ്ടി ഇത്രയും സമയം അനുവദിച്ചു തന്നതിലുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളം. വെൽക്കം. താങ്ക് യു.